പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യാത്രയെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ സംസാരങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ എഴുതി കൊടുക്കുന്ന വിഷയങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന മൊബൈല്, അതിലൂടെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ കേൾക്കുന്ന സംസാരങ്ങൾ, കൊടുക്കേണ്ട മറുപടികൾ എല്ലാം ആശീർവദിക്കുന്നു. നിങ്ങൾ കൈമാറുന്ന രേഖകൾ, വാങ്ങിക്കുന്ന രേഖകൾ, കാത്തിരിക്കുന്ന രേഖകൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റുകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നീ കടന്നു പോകുന്ന വാഹനങ്ങൾ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, പ്രൈവറ്റായാലും പബ്ലിക്കായാലും, നീ തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിന്റെ യാത്രകളെ ആശീർവദിക്കുന്നു. ദൈവവേദലെ, നീ വിഷമിക്കുന്ന വിഷയങ്ങൾ, സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് നീ വേദനിക്കണത്, അതെല്ലാം മാതാവ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ
ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ കണ്ണീനിരകളെ ഏറ്റെടുക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യം പറയാൻ നിന്നെ ബലിഷ്ഠമാക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്മാർട്ട് സ്പിരിച്വാലിറ്റിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യണം അല്ലേ? അതിൻ്റെ അകത്ത് പെർഫെക്റ്റ് കണ്ടൻറ്റ് ഉടമ്പടിയിലുണ്ടെന്ന് അച്ഛൻ നിരീക്ഷിക്കണത് അല്ലേ? എന്താണ് ആദ്യം എന്താ പറഞ്ഞത്? സ്മാർട്ട് സ്പിരിച്വാലിറ്റി ആദ്യം നമ്മൾ പറഞ്ഞത്, ആദ്യ ദിവസം പറഞ്ഞത് മെനയെന്ന് പറഞ്ഞത് എക്സ്പെർട്ടൈസേഷൻ, അതായത് അതിൻ്റെ അകത്ത് മലയാളം എന്ന് പറയുന്നത് നൈപുണ്യം, പ്രാവീണ്യം. രണ്ടാമത്തത് ഇന്നലെ പറഞ്ഞ പ്രൊഫഷണലിസം, അതിൻ്റെ മലയാളം മിടുക്ക്, കാര്യക്ഷമത ഉടമ്പടി. ഇന്ന് പറഞ്ഞത് എന്താ? സ്മാർട്ട്നെസ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസരിപ്പ്, ചുറുചുറുക്ക്. ഈ സ്മാർട്ട് സ്പിരിച്വാലിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നത് എന്താണെന്ന് അറിയാമോ? അത് മൂന്നാമത്തെ ഉടമ്പടി വരണത്. അതിൻ്റെ അകത്ത് വരുന്നത് വിശ്വാസ കൈമാറ്റം തന്നെയാണ്. ശരിക്കും നമ്മൾ ചെയ്ത കാര്യങ്ങൾ പ്രൊഫഷണലായിട്ട് ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കണം. അപ്പം എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് വചനം കൈമാറണം. അതാണ് എൻ്റെ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത്. ഇതെല്ലാം സുന്ദരമായിട്ട് ചെയ്യുന്ന ഫ്രഷ് ഹാൻഡ് പോലും ഉണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങൾ പാരമ്പര്യ കത്തോലിക്കരാണ്, ഞങ്ങൾക്കിതെല്ലാം അറിയാം, ഞങ്ങൾക്ക് ഉടമ്പടിയുടെ ആവശ്യമില്ല, ഞങ്ങൾ ഉടമ്പടിയിൽ തന്നെയാണ് ജീവിക്കണത്, അങ്ങനെ കുറേ ആൾക്കാർ പറയത്തില്ലേ? അവർക്ക് റിസൾട്ട്, അവർ ഉടമ്പടി എടുക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഞാൻ നോക്കിയിട്ട് കിട്ടണത് ഒരു 35% റിസൾട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്താ കാര്യം? അവർ പ്രീസപ്പോസ് ചെയ്യുന്നു. അവർ പറഞ്ഞു ഞങ്ങൾ ശരിക്കും പറഞ്ഞാലേ ഉടമ്പടിയിൽ വരുന്ന വിഷയം ഒരു ക്രിസ്ത്യൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെ ഉടമ്പടിയിലുള്ളത്. പക്ഷേ എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പം ഇന്നൊരു സാക്ഷ്യം ഉണ്ടായിരുന്നത്? അതായത് അവർ പറഞ്ഞ ഇതാണ്, ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ ഇതാണ്, ഞാൻ പള്ളികളിൽ പത്രം കൊടുക്കാറില്ല. എന്താ കാര്യം? പള്ളി എല്ലാവർക്കും അറിയാം ഉടമ്പടി. ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാവർക്കും ഉടമ്പടിയെക്കുറിച്ച് അറിയാം. അത് അവർ പറയണേ ഉടമ്പടി എടുക്കുന്നൊരു ചുരുക്കമാണെന്ന്. അപ്പം ഞാൻ ഓർക്കേ, എല്ലാവർക്കും അറിയാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ചുരുക്കമാകണത്? ചുരുക്കമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന്, ഇവർക്ക് അറിയണമല്ല വിഷയം. ഉടമ്പടിയിൽ വരുമ്പോൾ എല്ലാവരും പറയുന്ന പോലെ ദൈവമായിട്ട് ചിട്ടയായ ഒരു ജീവിതം വരും. അതിൻ്റെ ഉഴപ്പന്മാർക്ക് അവർക്ക് അപ്പോഴേ അറിയാം തങ്ങളുടെ ഉഴപ്പ്. അപ്പോൾ ഇവർ പറയണത് ഞാൻ പാരമ്പര്യ കത്തോലിക്കരാണ്, ഞങ്ങൾക്ക് ഞായറാഴ്ച കുറുവാക്ക് പോകുന്നുണ്ട്, കുടുംബ പ്രാർത്ഥന ഉണ്ടെന്നൊക്കെ പറയണം. ഇതെല്ലാം കൂടി ഈ 20% വരുത്തും. നമ്മൾ ചെയ്യേണ്ട ജീവിതത്തിൻ്റെ ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ടതിൻ്റെ 20% ചെയ്തിട്ടാണ് ഇവർ ക്ലെയിം ചെയ്യണത്. പക്ഷേ അത് കാരണമാണ് ഈ മുമ്പന്മാർ വന്നിച്ചും പിമ്പന്മാർ അവസാനം വന്നവർ തന്നെ ഈ വലിയ ഫലങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം അവരിതെല്ലാം ആദ്യമായിട്ട് ചെയ്യും. ഇപ്പം 40 കൊല്ലം 60 കൊല്ലം കത്തോലിക്കനായിട്ട് ജീവിച്ചിട്ട് ഒരു മനുഷ്യനെ പോലും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാത്ത എന്തുമാത്രം മനുഷ്യരുണ്ട്. എത്ര വേസ്റ്റ് ജന്മങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ പള്ളിയിൽ ഫൊറോണ വികാരി വരെ ആയി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പള്ളിയിൽ ഫൊറോണ വികാരിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ പ്രസവം എന്ന് പറയുന്നത് അത് പാരമ്പര്യ പള്ളിയാണ്. കാരണം 9-ാം നൂറ്റാണ്ടിലെ 8-ാം നൂറ്റാണ്ടിലെ ഉണ്ടായ പള്ളിയാണ്. അപ്പം അവിടെ ഈ മരിച്ചവരുടെ അടിയന്തരം എന്ന് പറയണത് നമ്മൾ ഒരു മാസം മുഴുവൻ ഇരുന്നിട്ട് പ്രാർത്ഥിക്കേണ്ടി വരും. ഇവർക്ക് വേണ്ടി നമ്മൾ വെയിലത്ത് നിൽക്കണം. കാര്യം ആൾക്കാർ നിന്ന് അനിതായും റെസ്പോൺസൊക്കെ ചെല്ലിച്ചുകൊണ്ടിരിക്കും ഓഫീസ്. അപ്പോൾ നമുക്ക് തോന്നുകയെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെയിൽ കൊള്ളുന്നുണ്ട്, അതിൻ്റെ പേരിൽ പനി ഒടുങ്ങിപ്പോവുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ പാർട്ടിക്ക് വേണ്ടി നമ്മൾ ഇതൊക്കെ പ്രാർത്ഥിക്കേണ്ടതാണ്. എന്താ കാര്യം അറിയാമോ? ഇവർക്ക് വേണ്ടി ജീവിച്ച് ചത്തുപോയ ആൾക്കാരല്ലേ. ദൈവത്തിന് വേണ്ടി ഒരു മനുഷ്യനെപ്പോലും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാതെ മരിച്ചു പോകുന്നതിനേക്കാൾ എന്തൊരു ശാപമുണ്ട്.
അപ്പം ശപിക്കപ്പെട്ട ജന്മം എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ വിശ്വാസം കൈമാറാതെ ഉടമ്പടി ഇത്രയും വലിയ പെട്ടെന്ന് ഇത്രയും കത്തിപ്പിടിക്കാൻ കാര്യം എന്താണ്? വിശ്വാസ കൈമാറ്റമാണ്. ആരെയും നിർബന്ധമായിട്ട് മതപരിവർത്തനം നടത്തണമല്ലേ, അങ്ങനെ ഒരു ചരിത്രം നമുക്കില്ല. പക്ഷെ ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിന് സദ്വാർത്തയാണ്. അത് പറയാനും പഠിപ്പിക്കാനും വേണ്ടി തന്നെയാണ് ഈ പട്ടം വാങ്ങിച്ചിരിക്കുന്നത്. അല്ല പള്ളിയിൽ പോയി കല്യാണം പെരുന്നാളും നടത്താനല്ല. അതിൻ്റെ ബേസിക് സാധനം എന്താണ്? പ്രിയ മകനെ. ആദ്യം തന്നെ ബൈബിൾ നമ്മളെ കൈവച്ച് തരുമ്പോൾ ഡീക്കനാകുമ്പോൾ സമയത്ത് തന്നെ മെത്താച്ച എന്താ പറയുന്നത്? പ്രിയ മകനെ, നീ ഇത് വിശ്വസിക്കണം, വിശ്വസിക്കണത് നീ ജീവിക്കണം, ജീവിക്കണത് നീ മറ്റുള്ളവർക്ക് കൈമാറണം. അതാണ് സംഭവം. അപ്പോൾ പട്ടം മേടിച്ചിരിക്കുന്ന ഈ പരിപാടിക്കാണ്. അതാണ് ആ ഒരു സാധനം മൊത്തമാണ് ഈ ഉടമ്പടി വരണത്. അതുകൊണ്ട് ഈ സ്മാർട്ട്നെസ് വരണത്. എന്താണ്? നമുക്ക് പ്രസംഗിക്കാൻ അറിയാൻ പാടില്ലെങ്കിലും നമുക്കൊരു സാക്ഷ്യം കിട്ടിയാൽ നമ്മൾ അനുഭവങ്ങൾ പറയും. അപ്പം അത് വിശ്വാസ കൈമാറ്റമായി. കാരണം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്ത കാര്യം ആദ്യം അടിച്ചു തിരികെ പറയുമ്പോൾ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും. അവനെ അനുഭവം കിട്ടുമ്പോൾ അവൻ പറയും. അവനിതുപോലെ വിശ്വാസത്തിൻ്റെ വിഷയങ്ങൾ മറ്റുള്ളവർക്ക് അറിയിക്കും, കൊണ്ടുനടന്ന് അറിയിക്കും. അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത്. എന്താണ്? അനുതാപം. സുവിശേഷം വിശ്വസിക്കണമെന്ന് തന്നെ അനുദപിക്കും. അതിനുശേഷം സുവിശേഷം വിശ്വസിച്ച സുവിശേഷം അതുപോലെ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെ അതുപോലെ ചെയ്യും നമ്മൾ. അതതിൻ്റെ പ്രൊഫഷണലിസം. ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ടും ചെയ്യിക്കും. അതാണ് ഈ സ്മാർട്ട് സ്പിരിച്വാലിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് എടുത്തിരിക്കുന്ന ഉടമ്പടി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് പെട്ടെന്ന് മേഖലയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പരിശുദ്ധ അമ്മയുടെ തിരുവൾത്താരയിൽ കയറി നിന്ന് രണ്ടാമതും സാക്ഷ്യം പറയാൻ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ആദ്യമേ തന്നെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് ജിൻസി ജോസഫ്. ഞാൻ തൊടുപുഴ അടുത്ത് വെള്ളിയാമറ്റ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2010 ബിടെക് പാസ്സായതാണ്. പാസ്സായ കാലം മുതലേ ടീച്ചിങ്ങിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടണം എന്നാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ പഠിച്ച കോളേജിൽ ഒരു ടീച്ചറായി ജോലിക്ക് കയറണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ആ സമയത്ത് ബിടെക് മാത്രം പോരാ, എംടെക്കും വേണം എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്കന്ന് അവിടെ കയറാൻ സാധിച്ചില്ല. അപ്പോൾ പിന്നെ ബിടെക് ഉള്ള ഒരു ഓപ്ഷനിലേക്ക് നോക്കാനേ എനിക്ക് അന്ന് ചാൻസ് ഉള്ളൂ. അപ്പോൾ ഞാൻ തൊടുപുഴ അടുത്ത് തന്നെയുള്ള ഒരു ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലിക്ക് കയറി. ജോലിക്ക് കയറിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ കേരളത്തിൽ തന്നെ ആ പോളിടെക്നിക്കിൽ മാത്രമേ ഞാൻ പഠിച്ച ബ്രാഞ്ചുള്ളൂ. അപ്പം അവിടെ ഒരു സ്ഥിരമായ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു ജോലി ലഭിക്കും, സ്ഥിരമായ ഒരു ജോലി ലഭിക്കും. അപ്പോൾ അന്ന് മുതലേ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി, അമ്മ മാതാവേ എനിക്ക് ഒരു ജോലി ആ കോളേജിൽ തന്നെ ഒരു അധ്യാപികയായിട്ടൊരു ജോലി തരണേ എന്ന്. അങ്ങനെ 2013 PSCയുടെ നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ, താൽക്കാലിക അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ വളരെ കഠിനമായിട്ട് തന്നെ പഠിച്ചു, പ്രാർത്ഥിച്ചു, രണ്ടും ചെയ്തുകൊണ്ട് 2015 ഞാൻ പരീക്ഷ എഴുതി. 2017 റാങ്ക് ലിസ്റ്റ് വരുന്നത്. റാങ്ക് ലിസ്റ്റ് വരുമ്പം എൻ്റെ റാങ്ക് 6ാമത്തെ റാങ്കാണ്. ശരിക്കും 2 വേക്കൻസി മാത്രമേ അവിടെ ജനറൽ വിഭാഗത്തിനുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു 2 റാങ്കിനുള്ളിൽ വന്നാൽ മാത്രമേ എനിക്ക് ജോലി കിട്ടുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ അത് വളരെ വിഷമമായി. എന്നിരുന്നാലും എനിക്ക് ഒത്തിരി പ്രാർത്ഥിച്ച് ഞാൻ എഴുതിയ പരീക്ഷയാണ്. ഇത്രയും റാങ്കിൽ വന്നപ്പോൾ ഞങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പം അതിനകത്ത് ക്വാളിഫിക്കേഷൻ വേറെ ഉള്ളവർ ആ റാങ്ക് ലിസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ അതിനെതിരെ കേസിന് പോയി. പിന്നെ കേസിന് പോയി കഴിഞ്ഞാലും അതിനകത്ത് നിന്ന് 2 പേര് മാത്രമേ മാറുള്ളൂ. പിന്നെ 4 പേര്, 4ാമത്തെ റാങ്കിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ എനിക്ക് വീണ്ടും ആ 4 പേരിൽ 2 പേരിലേക്ക് എത്തിയാൽ മാത്രമേ ജോലി കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴല്ല ഈ 2 റാങ്കിലേക്ക് എത്തണം, മുകളിലുള്ള 2 റാങ്കിലേക്ക് എത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോഴും ഞാൻ ആദ്യം ചെയ്തൊരു കാര്യമുണ്ട്. ആ മുകളിൽ കിടക്കുന്ന 4 പേർക്കും ഇതിനേക്കാൾ നല്ലൊരു ജോലി മാതാവ് കൊടുക്കണം എന്ന് നല്ലവണ്ണം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ബാക്കി ശ്രമങ്ങളെല്ലാം നടത്തുന്നത്. അങ്ങനെ വന്ന് എനിക്കപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ 2017 നിലവിൽ വന്നു. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. അതിനുശേഷം ഞാൻ 2019 ഈ നിയോഗങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞാൻ 2019 ഇവിടെ വന്ന് കൃപാസനത്തെക്കുറിച്ച് കേട്ടു. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത സമയമായപ്പോഴത്തേനും എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞിരുന്നു. ആ സമയത്ത് ഞാൻ 2 നിയോഗങ്ങളാണ് പ്രധാനമായിട്ടും വെച്ചത്. ഒന്ന്, എനിക്കൊരു രണ്ടാമതൊരു കുഞ്ഞിനെ വേണം. അപ്പോൾ ഫൈബ്രോയിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടൊരു കുഞ്ഞിനെ വേണം, രണ്ടാമതൊരു കുഞ്ഞിനെ വേണം. പിന്നെ ഈ ജോലിയുടെ കാര്യവും ശരിയാക്കി തരണം.
അപ്പം അതുകൊണ്ട് ഞാൻ ആ ഉടമ്പടി എടുത്ത് 3 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ ഞാൻ ക്യാരിയിങ് ആയി. അതിൻ്റെ സാക്ഷി ഞാനിവിടെ വന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഈ ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആകുന്നില്ല. ഞാൻ ഒരു തരത്തിലും നിരാശപ്പെടാതെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കും, പുതുക്കും, പ്രാർത്ഥിക്കും. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് പല പ്രശ്നങ്ങളുണ്ട്. അതായത് 6ാമത്തെ റാങ്കിൽ നിന്നും കേസ് ജയിച്ച് 4ാമത്തെ റാങ്കിലെത്തണം. 4ാമത്തെ റാങ്കിൽ നിന്നും മുകളിൽ കിടക്കുന്നവർക്ക് ജോലിയുണ്ട്. അപ്പോൾ അവർ നല്ല ജോലി, ഇതിനേക്കാളും നല്ല ജോലി തന്നെയാണ്. അപ്പോൾ അവരത് നമുക്ക് ഡിലീഷൻ എഴുതി തരണം, അതായത് അവർക്ക് ജോലി വേണ്ട എന്ന് എഴുതി തരണം. പക്ഷേ ഈ പോസ്റ്റ് ചില കാരണങ്ങൾ കൊണ്ട് അതിനേക്കാൾ നല്ലതായതുകൊണ്ട് അങ്ങനെ അവർക്കത് തരുവാൻ അവർക്കൊരു പൂർണ്ണമായും തരുവാനുള്ള ആഗ്രഹമില്ല. അപ്പം അവരുടെ ഒരു മനസ്സ് പൂർണ്ണമായും സമ്മതിച്ചുകൊണ്ട് ഇത് അവർക്ക് ജോലി വേണ്ട എന്ന് എഴുതി തരണം. ഇനി ആ ജോലി വേണ്ട എന്ന് എഴുതി തരുമ്പോഴും അത് PSC അംഗീകരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ 3 തടസ്സങ്ങൾ പ്രധാനമായിട്ടും ഉണ്ട്. അപ്പോൾ 2017 മുതൽ ഞാനിതിന് 19 മുതൽ ഉടമ്പടി എടുത്തപ്പോൾ മുതൽ അതിശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇഷ്ടംപോലെ, അതായത് 100 കണക്കിന് ജപമാലകൾ ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥനകൾ എപ്പോഴും ചൊല്ലും, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്തൊന്നും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ MTech 2016 അതിനിടയ്ക്ക് കഴിഞ്ഞു. പിന്നെ അതിനുശേഷം എനിക്ക് വർക്ക് ചെയ്യാൻ ഒരിടത്തും ജോലി ചെയ്യാനും സാധിക്കുന്നില്ല. ഇത് റാങ്ക് ലിസ്റ്റിൽ കിടപ്പുണ്ട്, പക്ഷേ വേറൊരു ജോലി എനിക്ക് കിട്ടുന്നുമില്ല. അപ്പോൾ അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി ട്യൂഷൻ സെൻറ്റർ തുടങ്ങി. ട്യൂഷൻ സെൻറ്റർ തുടങ്ങിയ സമയത്ത് ഞാനിങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഇങ്ങനെ പിള്ളേർ സ്റ്റുഡൻസ് ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, അവർ എന്തെങ്കിലും ഒരു വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുവോ ഒരു പേപ്പറിൽ എഴുതുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല സുഗന്ധാഭിഷേകം, എനിക്ക് മാത്രമല്ല ട്യൂഷൻ സെൻറ്ററിൽ വന്ന സ്റ്റുഡൻസിനും അത് കിട്ടി. അതിനുശേഷം അത് ഞങ്ങളിങ്ങനെ പറഞ്ഞു. പക്ഷേ ആ സമയത്ത് നമുക്കിതൊന്നും മനസ്സിലാകുന്നില്ല, ഇത് സുഗന്ധാഭിഷേകമാണെന്നൊന്നും മനസ്സിലാകുന്നില്ല. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കൊരു കോള് ഒരു പ്രൈവറ്റ് കോളേജിൽ നിന്ന് വരുവാണ്, ടീച്ചിങ് ജോലിക്ക് കയറാൻ താല്പര്യമുണ്ടോ എന്ന്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീടിനടുത്ത് നിന്ന് ഏകദേശം 2 മണിക്കൂറോളം യാത്ര ചെയ്യണം. അപ്പോൾ കുഞ്ഞു പിള്ളേരാണ്, എനിക്കത് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നാലും ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, നമ്മുടെ സമയത്തിനും സൗകര്യത്തിനും വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വന്ന് ഞങ്ങൾക്ക് സബ്ജക്റ്റ് മാത്രം പഠിപ്പിച്ചു തന്നാൽ മതിയെന്ന്. ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ഒരു 7 വർഷത്തോളം ബ്രേക്കായി. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ഒരു ജോലി കിട്ടിയപ്പം ഞാൻ ഒന്നും ചിന്തിക്കാതെ അങ്ങനെ ജോലിക്ക് കയറി. അതിനുശേഷം പിന്നീട് നമുക്കൊരു സ്ഥിരം ജോലി എന്ന് പറയാൻ പറ്റില്ല, കാരണം കുറച്ച് മണിക്കൂർ സമയത്തേക്കൊക്കെ പോകുന്നുള്ളൂ. അപ്പോൾ നല്ലൊരു കോളേജിൽ ഇത് കിട്ടുമോ എന്ന് ഉറപ്പില്ല, ഗവൺമെൻറ് ജോലി കിട്ടുമോ എന്ന് ഉറപ്പില്ല. അപ്പോൾ ഒരു നല്ല കോളേജിൽ പഠിപ്പിക്കണമെന്ന് എനിക്കൊരാഗ്രഹം നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ആയി, 2 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രൈവറ്റ് കോളേജിൽ തന്നെ എവിടെയെങ്കിലുമൊക്കെ ഇത് കിട്ടുമെന്ന് അറിയില്ലല്ലോ, ഈ ഗവൺമെൻറ് ജോലി കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രൈവറ്റ് കോളേജുകളിൽ ശ്രമിക്കാമെന്ന് ശ്രമിച്ചു. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇൻ്റർവ്യൂവിനൊരു തൊടുപുഴ അടുത്തൊരു കോളേജിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഞാനിങ്ങനെ മാതാവിൻ്റെ കാശ് രൂപ എടുത്ത് കൈപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇനി എനിക്ക് ഇൻ്റർവ്യൂകൾക്ക് പോകാൻ പറ്റില്ല, കാരണം ഇനി എനിക്കൊരു ജോലി വേണം. ഇത്രയും ബ്രേക്കൊക്കെ വന്നതുകൊണ്ട് ഇനി നല്ല ജോലി കിട്ടുമോ എന്നൊന്നും അറിയില്ല, എന്തായാലും ഒരു ജോലി വേണം എന്നൊക്കെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ വേറൊരു നല്ല കോളേജിൽ നിന്ന്, അതായത് ഞാൻ പഠിച്ച കോളേജിൽ നിന്ന് തന്നെ 2010 ഞാൻ ഏത് കോളേജിൽ കയറണമെന്ന് ആഗ്രഹിച്ചോ ആ കോളേജിൽ നിന്ന് തന്നെ എന്നെ വിളിക്കുകയാണ്. എന്നിട്ട് വലിയ കാര്യമായ ഇൻ്റർവ്യൂ ഒന്നും ഇല്ലാതെ എനിക്ക് അവിടെ ജോലി ലഭിക്കുകയും ചെയ്തു. അങ്ങനെ 2 ജോലി ലഭിച്ചു. പക്ഷേ എന്നാലും എൻ്റെ ആഗ്രഹം, 3ാമത്തെ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് ജോലി തന്നെ വേണം. അത് തൊടുപുഴ അടുത്ത് തന്നെയാണ്, ഒരു പോളിടെക്നിക്കാണ്. അപ്പോൾ എനിക്ക് ആ ജോലി വേണം. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതിനുവേണ്ടി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 4ാമത്തെ ഉടമ്പടിയും പുതുക്കി. അപ്പോൾ അതിനകത്ത് അപ്പോഴത്തേനും ആ സമയമായപ്പോഴത്തേനും മുകളിൽ റാങ്ക് ലിസ്റ്റുള്ളവരൊക്കെ വളരെ താല്പര്യത്തോടുകൂടി തന്നെ എനിക്ക് ഈ ജോലി വേണ്ടാന്ന് എഴുതി തന്നു. പക്ഷേ അവസാനത്തെ കടമ്പ ഈ കാലാവധി ഒത്തിരിയായി റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട്, ഇത് കേസിനകത്ത് പെട്ട് കിടക്കുന്നതുകൊണ്ട് മാത്രമേ ഈ റാങ്ക് ലിസ്റ്റിന് ഇങ്ങനെ കാലാവധി നീണ്ടു പോകുന്നത്. അപ്പോൾ ഈ ഡിലീഷൻ, ഇവർ തന്ന ഡിലീഷൻ PSC സ്വീകരിക്കുമെന്ന് നമുക്കൊരു സംശയമുണ്ട്. എന്തായാലും നമ്മൾ PSCയിലെ ഓഫീസിലൊക്കെ അന്വേഷിക്കുമ്പോൾ ഇത് സ്വീകരിക്കുകയോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല, അവരൊന്നും പറയുന്നില്ല. ഞാൻ PSCയുടെ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ തൈലമൊക്കെ ആയിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് PSCയുടെ ഓഫീസിൽ ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇത് നടക്കുമെന്ന് സംശയമാണെന്ന് പറയും. അപ്പോൾ ഞാൻ ആ തൈലമൊക്കെ അതിൻ്റെ മതിലിൻ്റെ പുറത്തൊക്കെ ആരും കാണാതെ ഒന്ന് പൂശും. പിന്നെ അതുപോലെ ഉപ്പൊക്കെ ഒരല്പം ആരും ചവിട്ടാത്ത സ്ഥലത്തൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങ് പോരും. അല്ലാതെ ആരും ഒരു പ്രതീക്ഷയൊന്നും തരുന്നില്ല. പക്ഷേ എനിക്കൊരു വിശ്വാസമുണ്ട് ഇത് നടക്കും, കാരണം ഞാനിത് മാതാവിനെ ഏൽപ്പിച്ചാൽ തുടങ്ങിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് നടക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാനിങ്ങ് പോരും. പിന്നെ ഞാൻ ഈ പണ്ട് വർക്ക് ചെയ്ത കോളേജ് തന്നെ ആയതുകൊണ്ട് ഞാൻ ആ കോളേജിൽ അലുമിനിയം മീറ്റിനൊക്കെ പോയപ്പം ആ കോളേജിലും പോയി ഉപ്പും തൈലമൊക്കെ പൂശി അങ്ങനെയൊക്കെ ഇങ്ങ് പോരും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വിശ്വാസത്തോടെ നടക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പ്രൈവറ്റ് കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അവസാനം ഈ ഡിലീഷൻ്റെ കാര്യത്തിൽ വീണ്ടും ഒരു സംശയം. അപ്പം ഞാൻ 4ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം അച്ഛനെ കാണണം എന്ന് എനിക്കൊരാഗ്രഹം. പക്ഷേ എല്ലാവരും എക്സാം എഴുതാനോ അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ, എൻ്റെ കാര്യം വലുതല്ല എന്നല്ല, പക്ഷേ എന്നാലും എനിക്ക് മാതാവ് ഒരു പ്രൈവറ്റ് ജോലിയെങ്കിലും തന്നല്ലോ.
അതൊക്കെ വെച്ച് ഞാനിങ്ങനെ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, കാരണം നിങ്ങളുടെ കയ്യിൽ ഒത്തിരി ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ എന്ന് എന്നോട് ഇവിടുന്ന് സ്റ്റാഫ് പറഞ്ഞു. പക്ഷേ എന്തായാലും ഞാൻ ഓഫീസിൽ ചെന്ന് ചോദിച്ചപ്പം കൃത്യം ഒരു 3:30 സമയമായപ്പം എന്നോട് പറഞ്ഞു അച്ഛനെ പോയി കണ്ടോളാൻ പറഞ്ഞു. അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചു, ഒരു കാശ് രൂപം തന്നു വിട്ടു. അതിനുശേഷം ഞാൻ പിന്നീട് സത്യം പറഞ്ഞ ഈ ജോലിയെക്കുറിച്ച് ഇനി നടക്കുമെങ്കിൽ നടക്കട്ടെ എന്നുള്ള രീതിയിൽ വിട്ടു. 3 മാസത്തിനുള്ള, അതായത് 2017 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് 8 വർഷത്തിന് ശേഷം മെയ് മാസത്തിൽ പെട്ടെന്നൊരു ദിവസം എനിക്ക് PSCയിൽ നിന്ന് അഡ്വൈസ് മെമ്മോ കിട്ടുവാണ്. ആ ഡിലീഷനൊക്കെ സ്വീകരിച്ച് അഡ്വൈസ് മെമ്മോ കിട്ടി. അതിനുശേഷം വളരെ സൗകര്യപ്രദമായിട്ട് തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജിൽ നിന്ന് റിലീവ് ചെയ്ത് എനിക്ക് 2025 ജൂൺ മാസം 3-ാം തീയതി ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന പോസ്റ്റിലേക്ക് എനിക്ക് സ്ഥിരമായിട്ട്, വീടിനടുത്തുള്ള പോസ്റ്റിലേക്ക് എനിക്ക് സ്ഥിരമായിട്ട് കയറുവാൻ അമ്മ മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഡിലീഷൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഒരു പ്രാവശ്യം ഈ മുകളിലുള്ള റാങ്ക് ലിസ്റ്റുകാരെ നിന്ന് വാങ്ങിക്കൊടുത്തു. അത് സ്വീകരിച്ചില്ലെങ്കിലോ എന്നോർത്ത് 2ാമത്തെ പ്രാവശ്യം ഞാൻ മേടിച്ചു. ആ സമയത്ത് ആ ഡിലീഷൻ്റെ ലെറ്റർ ഞാൻ അയക്കുമ്പോഴും ഈ മാതാവിൻ്റെ തൈലൊക്കെ ആ ഡിലീഷൻ ലെറ്ററെ പൂശി ഞാൻ ഒത്തിരിയേറെ പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പോസ്റ്റിൽ അയക്കുന്നത്. അത് അയച്ച് 2 ദിവസത്തിന് ശേഷം അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ സ്വമനസാല കൊടുത്തതാണ് ഈ ജോലി വേണ്ട എന്ന്, നിങ്ങൾക്ക് താല്പര്യമാണോ എന്നൊക്കെ ചോദിച്ചത് അവരെ PSC ഓഫീസിൽ നിന്ന് വിളിച്ചു. അങ്ങനെ അതായത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴും പിന്നെ ഈ ഡിലീഷൻ തരുന്നതെന്ന് പറഞ്ഞാൽ ജവമാല റാലിയിൽ ഞാൻ വന്ന് പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ ചൊല്ലുന്ന സമയത്താണ് അവരെന്നെ വിളിച്ചിട്ട് ഞങ്ങൾ ഡിലീഷൻ തരാം എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ പരിശുദ്ധ മാതാവ്, അതായത് ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇല്ലയെന്നല്ല, ഒത്തിരി പ്രാർത്ഥിച്ച് തന്നെയാണ് പരീക്ഷ എഴുതിയത്. പക്ഷേ ഈ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു, അച്ഛനെ കണ്ടു, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഫോളോ അപ്പ് ഭയങ്കര ഫാസ്റ്റായിട്ട് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, അതായത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നുള്ള ആ ഒരു വാക്ക് പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ട് തന്നെ ഈ യോഗം വളരെ ഭംഗിയായിട്ട് നടത്തി എനിക്കൊരു സ്ഥിരമായ ജോലി തന്ന അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. അതോടൊപ്പം തന്നെ ഈ ഉടമ്പടിയിൽ ഞാനിപ്പോൾ 4 പ്രാവശ്യം പുതുക്കി. 4 പ്രാവശ്യം പുതുക്കിയതിൽ ഓരോ പ്രാവശ്യം നിയോഗങ്ങൾ വെച്ചു. മെയിനായിട്ട് ഈ 2 നിയോഗങ്ങളാണ് വെച്ചെങ്കിലും ചെറുതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ, അതായത് എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്, വിവാഹം നടക്കാത്തവർ, അങ്ങനെ പലർക്കും വേണ്ടി നിയോഗം വെച്ചു. ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പം ഞാൻ നിയോഗം വെച്ച ഒരു നിയോഗവും മാതാവ് നടത്തി തരാതിരുന്നില്ല. എല്ലാ നിയോഗവും ആ ഉടമ്പടിയുടെ ആ കാലാവധി തീരുന്നതിന് മുമ്പ് മാതാവ് നടത്തി തന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം വെച്ചൊരു നിയോഗം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട് പണി, അതായത് ഭയങ്കര ചൂടാണ്, അപ്പോൾ മുകളിലേക്കൊന്ന് റിനോവേറ്റ് ചെയ്തെടുത്താൽ കൊള്ളാം ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങൾ അതിനെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ഞങ്ങൾ അത്രയ്ക്ക് ചിന്തിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ തുടങ്ങി ഇപ്പോൾ ഏകദേശം വലിയ ബാധ്യതകളൊന്നും ഇല്ലാതെ നമുക്ക് താങ്ങാവുന്ന ബാധ്യതയിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നേക്കുവാണ്. ഈ ഉടമ്പടി വഴി മാതാവ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി നന്ദി. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ കൊച്ചു കുഞ്ഞുങ്ങളാണ്. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുക എന്ന് പറയുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഞാനായിരിക്കുന്ന സമയത്ത്, ഞാൻ എവിടെ ആയിരിക്കുന്നു അവിടെ എന്താവശ്യം, ഇപ്പം ചിലപ്പോൾ ഫീസ് അടയ്ക്കാനില്ലാത്ത കുട്ടികളുണ്ടായിരിക്കും, എന്നാൽ പറ്റുന്ന വിധം സഹായിക്കും. അതുപോലെ ഭക്ഷണം കൊണ്ടുവരാതിരിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും, അവരെ ഞാൻ സഹായിക്കും. അതല്ല എങ്കിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങളുണ്ടായിരിക്കും, അപ്പോൾ അവരെല്ലാം ഞാൻ ഉടമ്പടി എടുത്തതാണ്, ഉടമ്പടി ജീവിക്കുന്നതാണെന്നുള്ള പൂർണ്ണ മനസ്സോടെ സഹായിക്കും. അതുപോലെ സാലറി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്നൊരു ദശാംശം എന്തായാലും പാവങ്ങൾക്ക് കൊടുത്തതിന് ശേഷമേ, പാവങ്ങളെന്ന് പറയുന്ന അർഹതപ്പെട്ടവർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ഞാനത് ഉപയോഗിക്കുള്ളൂ എന്നുള്ള നിർബന്ധങ്ങളൊക്കെ ഞങ്ങൾ ഫാമിലിപരമായിട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉടമ്പടിയിൽ ജീവിച്ചു പോകുന്നു. പിന്നെ ഉടമ്പടി പാലിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ക്രിസ്ത്യാനി മിനിമം പാലിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉടമ്പടിയിലുള്ളൂ എന്നുള്ള ഒരു അഭിപ്രായം എനിക്ക്. അത് എല്ലാം നമുക്ക് പാലിക്കുവാൻ മാതാവ് അനുഗ്രഹിച്ചു. എന്തായാലും ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഉടമ്പടി വഴി എനിക്കും എൻ്റെ കുടുംബത്തിന് തന്ന മാതാവിനും തിരുകുമാരനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രഭാഷകൻ 33, 16, 17 തിരുവചനങ്ങൾ. ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാല പിറക്കുന്നവനെ പോലെ ഞാൻ അവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി, മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കു നിറച്ചു. ജിൻസി ജോസഫ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ താൻ അമ്മ മാതാവിൻ്റെ അരികിൽ ഏറ്റവും പ്രാധാന്യത്തോടെ വെച്ച നിയോഗം, ഏറെ അസാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും തടസ്സങ്ങൾ ഉണ്ടായിരുന്നിട്ടും മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു വിഷയമായിരുന്നിട്ടും അമ്മ മാതാവ് എങ്ങനെ കൈപിടിച്ച് നടത്തുകയും കാര്യങ്ങൾ ക്രമീകരിക്കുകയും തടസ്സങ്ങൾ നീക്കുകയും മനസ്സുകളെ അത് ധാരണയിലേക്ക് എത്തിക്കുകയും 8 വർഷത്തിന് ശേഷം ആ ജോലി മകൾക്ക് സുരക്ഷിതമായി സ്ഥിരമായി നൽകി അനുഗ്രഹിച്ചുവെന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്.
സാക്ഷ്യത്തിൻ്റെ ഓരോ കാര്യവും വളരെ വ്യക്തമായി മകൾ അൾത്താരയിൽ പങ്കുവച്ചു. ജീവിതം കടന്നുപോയ വഴികൾ, പഠനത്തിലുള്ള പരിമിതികൾ, പരീക്ഷ എഴുതിയപ്പോൾ റാങ്ക് പിറകിലായതിൻ്റെ പ്രയാസങ്ങൾ, മുൻപിലുള്ളവർ ഏറെ പേർ ജോലിയുള്ളവരും പ്രാപ്തിയുള്ളവരുമായതിൻ്റെ വിഷയങ്ങൾ. എന്നാൽ ഈ പോസ്റ്റ് പ്രധാനപ്പെട്ടതായതുകൊണ്ട്, നല്ലതായതുകൊണ്ട് തന്നെ അത് വിട്ടുകളയുവാൻ മറ്റുള്ളവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് അവർ ആ ഇഷ്ടപ്രകാരം ഉപേക്ഷിക്കുന്നുവെന്ന് എഴുതിത്തരാത്തതിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ ഓരോ കടമ്പകളെക്കുറിച്ചും മകൾ ഈ സാക്ഷ്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഓരോ തവണയും മകളിത് അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്കാണ് ഏൽപ്പിച്ചു കൊടുത്തത്. തൻ്റെ കഴിവ് കൊണ്ടല്ല, തൻ്റെ നിരന്തരമായ പരിശ്രമം കൊണ്ടല്ല, ആരുടെയെങ്കിലും സവിശേഷമായ സ്വാധീനം കൊണ്ടുമല്ല. അമ്മയുടെ ഉടമ്പടിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ ഈ വിഷയം അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നന്നായി ജീവിക്കുവാൻ ശ്രമിച്ചുവെന്നാണ് വാക്കുകളിലൂടെ മനസ്സിലാക്കുന്നത്. ഉടമ്പടിയിൽ എപ്പോഴും ജോസഫ് അച്ഛൻ പറയും, നിങ്ങളൊരു നിയോഗം എഴുതി അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ അത് പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുത്ത് വിട്ടേക്കണമത്. പിന്നീട് എന്താണോ ഉടമ്പടി നിങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്നത് അത് ജീവിക്കുവാനുള്ള വഴികളെ നിങ്ങൾ കാണണം. വിശുദ്ധിയിൽ ജീവിക്കുക, വിശ്വസ്തതയിൽ ജീവിക്കുക, കാരുണ്യ പ്രവൃത്തികളിൽ സ്ഥിരോത്സാഹത്തോടെ നിരന്തരം നിങ്ങൾ വളരുക, പ്രേക്ഷിത പ്രവർത്തനം മറ്റുള്ളവർക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ, വിശ്വാസത്തെ പകർന്നു കൊടുക്കുവാൻ, വിശ്വാസമുള്ളവരെ അതിൽ ആഴപ്പെടുത്തുവാൻ, അതിനുള്ള ജീവിത രീതികൾ നിങ്ങൾ തുടരുകയെന്നാണ്. അത് മകളുടെ വാക്കുകളിൽ നമുക്ക് കാണാനാവും. അത് ജോലിയെടുക്കുന്നിടങ്ങളിൽ മറ്റുള്ളവരോട് കാണിക്കുന്ന അനുകമ്പ, തൻ്റെ തന്നെ ജീവിതത്തിൽ പുലർത്തുന്ന ചില നിഷ്ഠകൾ, അതൊക്കെ നിവർത്തിച്ചുകൊണ്ട് മകൾ മുന്നോട്ട് പോകുമ്പോൾ അമ്മ മാതാവ് ഓരോരോ തടസ്സങ്ങളും ഓരോരോ പ്രശ്നങ്ങളും പരിഹരിച്ച് അത് എന്താണോ ശുഭകരമാക്കി തീർക്കേണ്ടത്, ഏതാണോ ജീവിതത്തിന് ഉപകാരമുള്ളതാക്കി തീർക്കേണ്ടത്, ആ രീതിയിലേക്ക് മകളെ കൊണ്ടുവരുന്നതാണ് സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത. ദൈവത്തിനൊന്നും അസാധ്യമല്ല. നമ്മൾ അവസാനത്തവനാണെങ്കിലും നമ്മളെ ആദ്യത്തവനാക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതികളുണ്ട്. അതുകൊണ്ട് നിനക്ക് ലഭിക്കുന്ന മാർക്കിനെക്കുറിച്ച്, നീ എത്തി നിൽക്കുന്ന നിൻ്റെ സ്ഥാനത്തെക്കുറിച്ച്, നിൻ്റെ കുടുംബത്തിൽ നീ അനുഭവിക്കുന്ന ജീവിത വിഷയത്തെക്കുറിച്ച് ഒക്കെ ആകുലപ്പെടുമ്പോൾ ഓർക്കണമേ, നീ നിൻ്റെ കഴിവിലും നിൻ്റെ കണ്ണുകളിലും മാത്രം ജീവിത വിഷയങ്ങളെ കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ അതെപ്പോഴും പ്രശ്നമാണ്, കുരുക്കാണ്, കുടുക്കാണ്. എന്നാൽ ദൈവകരങ്ങളിലേക്ക് അതിനെ ഇറക്കി വയ്ക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം ഓരോന്നും അഴിക്കുന്നത്, ദൈവം ഓരോന്നും മനസ്സിൽ മാനസാന്തരം കൊണ്ടുവരുന്നത്, ദൈവം നമുക്കിണങ്ങിയ വിധത്തിൽ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നത് നമുക്ക് അനുഭവിക്കുവാനാവും. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും ഉറപ്പുള്ള അനുഗ്രഹത്തിൻ്റെ പദ്ധതിയാണ്. ഉടമ്പടി എപ്പോഴും ദൈവം കൂടെ സഞ്ചരിക്കുന്ന അനുഭവങ്ങൾ നിരന്തരം കൈമാറുന്ന പദ്ധതിയാണ്. സഹോദരി പറഞ്ഞു, 2 ജോലികൾ ഒരുപോലെ ഇടയ്ക്ക് വന്നു. പ്രൈവറ്റ് ആണെങ്കിൽ കൂടിയും അത് കിട്ടുമോ എന്നറിയില്ലായിരുന്നു. ഒരുപോലെ അമ്മ മാതാവ് 2ഉം അനുവദിച്ചു കൊടുത്തു. ജീവിതത്തെ കൈവിടാതെ മുന്നോട്ട് നയിക്കുകയും തക്ക സമയത്ത് ഉയർത്തിക്കൊണ്ട് ജീവിതത്തെ സുരക്ഷിതമാക്കുകയും ചെയ്ത അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമാണ് മകൾ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുന്നവർ ഏതെങ്കിലും വിഷയത്തിൽ വല്ലാതെ മനസ്സ് ഇടിഞ്ഞുകൊണ്ട് നിരാശപ്പെട്ട് ഇനി നടക്കില്ലെന്ന് കരുതുന്നവർ അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതത്തെ വിട്ടുകൊടുക്കണമേ. സാധാരണ PSC ലിസ്റ്റ് 8 വർഷമൊന്നും നീളാറില്ല, ചുരുക്ക സമയത്തേക്കാണ് ഓരോ ലിസ്റ്റും വരുന്നത്. എന്നാൽ മകൾ പറയുന്നുണ്ട്, അത് സവിശേഷമായി അത് നീട്ടി മുന്നോട്ട് പോവുകയും തനിക്കത് അനുഗ്രഹമാകുന്നതുവരെയും അമ്മ മാതാവ് അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തുവെന്ന നമ്മൾ വെച്ചിരിക്കുന്ന നിയോഗം എത്ര കണ്ട് മനുഷ്യരുടെ മുമ്പിൽ അസാധ്യമാണെങ്കിലും, നമുക്ക് തന്നെ സ്വയം എത്തിപ്പിടിക്കുവാൻ പറ്റാത്തതാണെങ്കിലും, നമ്മൾ ദൈവതിരുസന്നിധിയിൽ വിശ്വസ്തതയും വിശുദ്ധിയുള്ളവരായി ഉടമ്പടി പാലിക്കുവാനും ജീവിക്കുവാനും തയ്യാറുണ്ടെങ്കിൽ ദൈവം കൂടെ നിന്ന് പൊരുതും. ശാന്തരായിരുന്നാൽ മതി, അനുഗ്രഹം എത്തും വരെയും ദൈവം കൂടെ ഉണ്ടാവും. ഈ മകൾക്ക് ലഭിച്ച ആത്മീയ ബോധ്യങ്ങൾക്കും ഈ ജീവിത അനുഭവത്തിനും ഈ ജോലി അനുഗ്രഹത്തിനും അമ്മ മാതാവിനും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് തന്നെ ഈ തിരുവൾത്താരയിൽ വരുവാനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി എന്നെ എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അലീന ഷാജു, ഇതെൻ്റെ മമ്മി ജാനി ഷാജു. ഞങ്ങൾ വരുന്നത് മയൽത്തമാതാ ക്നാനായ ചർച്ച് ബൈസൺവാലി ഇടുക്കിയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ജാനുവരി 2. ഞാൻ +2 കഴിഞ്ഞിട്ട് ജർമ്മൻ പഠിക്കാൻ പോവുകയായിരുന്നു. B2ൻ്റെ കോഴ്സെല്ലാം കഴിഞ്ഞ് B2ന് ഡേറ്റ് എടുക്കണം. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ B2ൻ്റെ ഡേറ്റ് എടുക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ എന്നാലും അവിടെ തൊട്ട് മാതാവ് എൻ്റെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു.
ഞാൻ ഡേറ്റ് എടുക്കാൻ വേണ്ടി ഏജൻറ്റിന് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് തന്നെ ആദ്യമായി തന്നെ എനിക്ക് 2 മൊഡ്യൂളിന് ഡേറ്റ് കിട്ടി. അതിന് ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു കഴിഞ്ഞ് എനിക്ക് ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് ഞാൻ ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് കൈവെപ്പ് ശുശ്രൂഷ വാങ്ങിച്ച് ലോക്കറ്റൊക്കെ തന്നു. അപ്പോൾ എല്ലാം അച്ഛൻ പോയി രക്ഷപ്പെട്ടു പോകും മോളെ എന്ന് പറഞ്ഞ് എന്നെ വിട്ടു. അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്തുനിന്ന് അനുഗ്രഹങ്ങളെല്ലാം വാങ്ങിച്ച് കാശുരൂപമായിട്ട് ഞാൻ എക്സാമിന് പോയി. ഞാൻ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് പോയത്. ഞാനിവിടുന്ന് എക്സാമിന് പോകുമ്പോൾ പത്രം വാങ്ങിച്ച് എക്സാം സെൻറ്ററിൻ്റെ അവിടെയുള്ളവർക്ക് കൊടുത്തു. ഉപ്പ് ഞാൻ എൻ്റെ പോക്കറ്റിലിട്ട് എക്സാം സെൻറ്ററിൽ ആരും ചവിട്ടാത്ത രീതിയിൽ ഞാൻ ഇട്ടു. പിന്നെ കാശുരൂപം അവിടെ കൈപ്പിടിക്കുകയോ കഴുത്തിലിടാനോ ഒന്നും സമ്മതിച്ചില്ല. അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സിൽ പിന്ന് വെച്ച് കുത്തിവെച്ച് ഞാൻ കാശുരൂപമായിട്ട് തന്നെയാണ് എക്സാം ഹാളിലോട്ട് കയറിയത്. തേനും കഴിച്ചു. അങ്ങനെ എക്സാമിൻ്റെ ടൈമിൽ എനിക്ക് മാതാവ് ഓരോ ആൻസറും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാനറിയായിരുന്നു. കാരണം ഞാനല്ല എഴുതുന്നത്, മാതാവ് തന്നെയായിരുന്നു എൻ്റെ എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ ഫസ്റ്റത്തെ 2 മൊഡ്യൂൾ എക്സാം കഴിഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു. അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ, എനിക്ക് 2 മൊഡ്യൂൾ ഞാൻ ആ പാസ് മാർക്ക് മാത്രമേ ചോദിച്ചുള്ളൂ. ഞാൻ കറക്റ്റ് 60 മാർക്കേ ചോദിച്ചുള്ളൂ. പക്ഷേ എനിക്ക് 60 മാർക്കിൽ കൂടുതൽ മാതാവ് എനിക്ക് തന്നെ 2 മൊഡ്യൂളും പാസ്സാക്കി തന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ. അത് ഞാൻ പറയുന്നു, നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് തന്നെയാണ് എനിക്ക് ആ എക്സാം പാസ്സാവാൻ സാധിച്ചത്. കാരണം എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് ഒരിക്കലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവാൻ പറ്റത്തില്ല. അത് മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ ബാക്കി 2 എക്സാമിന് ഡേറ്റ് എടുത്തു. ഡേറ്റ് എടുക്കാൻ വേണ്ടി ഏജൻറ്റിന് കൊടുത്തു. അതും എനിക്ക് പെട്ടെന്ന് തന്നെ ഡേറ്റ് കിട്ടി. അന്നേരം ഞാൻ അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ച് കാശുരൂപമായിട്ടാണ് ഞാൻ എക്സാമിന് പോയത്. ഇതുപോലെ ഉടമ്പടി വസ്തുക്കളെല്ലാം ഞാൻ ഉപയോഗിച്ചു. ഉപ്പ് സെൻറ്ററിൽ ഇട്ടു. കാശുരൂപം കയ്യിലുണ്ടായിരുന്നു. എക്സാം ഞാൻ പോയി എഴുതി. അതും എനിക്ക് മാതാവ് ആയിരുന്നു എൻ്റെ എക്സാം അറ്റൻഡ് ചെയ്തത്, ഞാനല്ലായിരുന്നു. അങ്ങനെ ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. അതിലെനിക്ക് 1 മൊഡ്യൂള് പാസ്സാവാൻ സാധിച്ചു. അതും ഞാൻ കറക്റ്റ് 60 മാർക്കേ ചോദിച്ചുള്ളൂ. എനിക്ക് 60 മാർക്കിൽ കൂടുതൽ മാർക്കെന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നാളിങ്ങനെ പോയി കഴിഞ്ഞപ്പം ഞങ്ങൾ തീരുമാനിച്ചു, എന്തായി 3 മൊഡ്യൂൾ വെച്ച് പ്രോസസ്സിങ്ങിന് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഓരോ ഏജൻസിക്ക് കൊടുത്തു. അങ്ങനെ കുറച്ച് നാൾ ലാഗായിപ്പോയി. അന്നേരം ഞാൻ ഉടമ്പടി ചെറുതായിട്ട് ഉഴപ്പിയും തുടങ്ങിയാണ്. ചിലപ്പോൾ എൻ്റെ അഹങ്കാരം കൊണ്ടാവും. അന്നേരമൊക്കെ ഇടയ്ക്കൊക്കെ എനിക്കുണ്ടായിരുന്നു, എൻ്റെ മെറിറ്റ് കൊണ്ടായിരിക്കും കിട്ടിയെന്ന് എനിക്കൊരുണ്ടായിരുന്നു. പിന്നെ ആയിരുന്നു എനിക്ക് ബോധ്യം വന്നത്, ഇത് എൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണെന്ന്. അങ്ങനെ കുറേ നാൾ അങ്ങനെ പോയി എൻ്റെ കൂട്ടത്തിലുള്ളവർ കയറിപ്പോകുന്നു. എൻ്റെ കൂട്ടത്തിൽ എനിക്കറിയാവുന്നവരെല്ലാം കയറിപ്പോകുന്നു. പിന്നെ ഞാൻ ഈ 3 മൊഡ്യൂൾ പാസ്സായി കഴിഞ്ഞാൽ എനിക്ക് ഉടനെ തന്നെ ഒരു മെറിറ്റും ഇല്ലാത്ത എനിക്ക് അമ്മ ജർമ്മൻ പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് തന്നു. അങ്ങനെ ഞാനെന്ത് 1 വർഷത്തോളം എനിക്ക് ജർമ്മൻ പഠിപ്പിക്കാനുള്ള ഭാഗ്യം മാതാവ് എനിക്ക് ഒരുക്കി തന്നു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ പ്രോസസ്സിങ് ഇങ്ങനെ നീണ്ടു നിന്ന് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഈ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി കഴിഞ്ഞു. അപ്പോൾ ഈ ഇടയ്ക്ക് തൊട്ട് ജർമ്മൻ്റെ വാലിഡിറ്റി 1 ഇയർ ആക്കിയായിരുന്നു. അപ്പം ഇങ്ങനെ ഏജൻസിക്കാരോടെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പം ഞാൻ പലരെയും വിളിക്കുന്നുണ്ട്. ഞാൻ കൊടുക്കാത്ത ഏജൻസികളില്ല, വിളിക്കാത്ത ഏജൻസികളില്ല. എനിക്കും എൻ്റെ വീട്ടുകാർക്കും അറിയാം, ഇഷ്ടംപോലെ ഏജൻസികൾ ഞാൻ കൊടുക്കുന്നു, വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നു. പക്ഷെ അവിടെ നിന്നെല്ലാം പിന്നെ എനിക്ക് വരുന്ന റിപ്ലൈ എന്ന് പറയുന്നത്, മോളുടെ വാലിഡിറ്റി കഴിഞ്ഞു സർട്ടിഫിക്കറ്റിൻ്റെ, ഇനി ഒന്നോടെ എക്സാം എഴുതുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കാമെന്നേ ഉള്ളൂ. അപ്പം ഞാൻ ആകെപ്പാടെ തളർന്നു പോയി. കാരണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എൻ്റെ മെറിറ്റ് കൊണ്ട് കിട്ടിയതല്ല, മാതാവ് എനിക്ക് തന്നതാണ്. എന്നാലും എൻ്റെ ഇത്രയും നാൾ പോയല്ലോ. അങ്ങനെ ഞാനിത് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം രാത്രി കുരിശ് വരയുടെ ടൈമിൽ ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവ്, എന്നെ ആരുടെയും മുന്നിൽ നാണം കെടുത്തരുതേ. അമ്മ തന്നതാണ് എനിക്ക് ഈ 3 മൊഡ്യൂൾ, അപ്പം അമ്മ ബാക്കി ഇതെല്ലാം ചെയ്തോളണം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ടോക്ക് ഉണ്ടായി, ഇനിയിപ്പം വാലിഡിറ്റി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്നാ ഒരു പണി ചെയ്യാം, എന്നാൽ ഇപ്പോൾ ജർമ്മൻ എന്നാ നോക്കണ്ട, എന്നാൽ നാട്ടിൽ തന്നെ നേഴ്സിംഗ് പഠിക്കുമെന്ന് പറഞ്ഞ് വീട്ടുകാരുടെ അടുത്തുനിന്നും നാട്ടുകാരുടെ ഇടയ്ക്കൊന്നും ഭയങ്കര പ്രഷർ. എനിക്കാണെങ്കിൽ ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഇവരെല്ലാം ഇങ്ങനെയാണ് പറയുന്നത്, പക്ഷേ എനിക്ക് ജർമ്മനി തന്നെ പോകണം, എനിക്ക് നാട്ടിലൊന്നും നേഴ്സിംഗ് പഠിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിനോട് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരുത്തും കയറ്റി താഴ്മയോടെ നിൽക്കുമിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളുമെന്ന്. അങ്ങനെ എനിക്കിങ്ങനെ വിഷമം വരുമ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് വായിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് മാതാവ് ഈശോ ഒരു ഹോപ്പ് തരുന്ന വചനങ്ങൾ എനിക്ക് തരുമായിരുന്നു. അപ്പോൾ എനിക്ക് ചെറിയ ഹോപ്പ് ഉണ്ടായി. ഞാൻ എന്തായാലും എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട് മാതാവിനും ഈശോയ്ക്കും. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു വഴി തെളിച്ച് തരുമെന്ന് തന്നെ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ എക്സാം എഴുതുന്ന ടൈമിലൊക്കെ
മമ്മിയാണെങ്കിൽ എന്നേക്കാൾ ഡബിൾ ഇരട്ടി പ്രാർത്ഥിക്കുന്ന ആളാണ്. അപ്പം ഞാൻ എക്സാമിൻ്റെ ടൈമിലാണെങ്കിൽ മമ്മി ആ എക്സാം തുടങ്ങുന്ന തൊട്ട് തീരുന്നോടം വരെ ഏതെങ്കിലും മമ്മി എവിടെയാണോ അവിടുത്തെ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇങ്ങനെ ഞാനൊരു ദിവസം കുരിശരുടെ ഇടയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഈശോയോട് എനിക്ക് എങ്ങനെയെങ്കിലും പോകണം, കാരണം എനിക്ക് നാട്ടിൽ എന്തായാലും നേഴ്സിംഗ് പഠിക്കണ്ട, ഇപ്പം എന്തായാലും ഞാൻ +2 കഴിഞ്ഞ് 2 വർഷം ആവുകയും ചെയ്തു, ഇനി എന്തെങ്കിലും മാതാവ് തന്നെ എനിക്ക് ഒരുക്കി തരണം എന്ന് പറഞ്ഞാൽ മാതാവിനും ഈശോയോടും കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പിറ്റേ ദിവസം ഞാൻ കൊടുത്ത ഒരു ഏജൻസിയിൽ നിന്ന് എൻ്റെ പപ്പായുടെ അനിയൻ അച്ഛനാണ്. അപ്പോൾ അച്ഛനെ ആ ഏജൻസി ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, അച്ഛനുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടായിരുന്നു, ഇങ്ങനെ വിളിച്ച് പറഞ്ഞു മോളുടെ ഇപ്പം വാലിഡിറ്റി കഴിഞ്ഞ സ്ഥിതിക്ക് വേറെ ഒരു ഇതുണ്ട്, പക്ഷെ പെട്ടെന്ന് തന്നെ പോകാം, പക്ഷേ എമൗണ്ടിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എമൗണ്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് ആ വഴി നോക്കാം, മോക്ക് പെട്ടെന്ന് തന്നെ ഈ ജാനുവരിയിൽ തന്നെ ജർമ്മനിക്ക് പോകാമെന്ന് പറഞ്ഞ് ഡിസംബറിലാണ് അവർ വിളിക്കുന്നത്, ഈ കഴിഞ്ഞ മാസം. അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞ് വെച്ചു, വീട്ടുകാരെല്ലാം കൂടെ തീരുമാനിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ആ വഴി തന്നെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എമൗണ്ട് ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ആയിരുന്നു നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഒരു ഫാമിലി എന്ന് പറയുന്നത് അത്ര എമൗണ്ട് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് അത്ര എടുക്കില്ല എൻ്റെ ഫാമിലി, അത്ര എമൗണ്ട് ഇല്ല ഞങ്ങൾക്ക്. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ഓർത്ത് ഞങ്ങളെല്ലാവരും കൂടെ, എനിക്കറിയില്ല മാതാവായിട്ട് തന്നെ പലരിലൂടെ ഞങ്ങൾക്ക് കൊടുക്കേണ്ട ഫുൾ എമൗണ്ട് ഞങ്ങൾക്ക് റെഡിയാക്കി തന്നു. കറക്റ്റ് അവർ എന്നാണോ പൈസ അടിക്കേണ്ടതെന്ന് പറഞ്ഞത് അതിൻ്റെ തലേ ദിവസം തന്നെ എല്ലാം ഞങ്ങൾക്ക് പെട്ടെന്നായിരുന്നു. പെട്ടെന്ന് തന്നെ ടൈം ഷോർട്ടനിങ്ങിലൂടെ മാതാവ് ഞങ്ങൾക്ക് പലരിലൂടെ, ഞങ്ങളുടെ ബന്ധുക്കളിലൂടെ ആയാലും ഞങ്ങൾക്ക് അറിയാവുന്നവരിലൂടെ ആയാലും എമൗണ്ട് ഞങ്ങൾക്ക് സെറ്റാക്കി തന്ന് ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് തന്നെ പൈസ അവർക്ക് കൊടുക്കാനൊക്കെ സാധിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ആ വഴി പോകാമെന്ന് തന്നെ തീരുമാനിച്ചു. നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ്, അപ്പോൾ അവർ പറഞ്ഞു ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാൻ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ അത് തുടങ്ങി, അങ്ങനെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞു. എനിക്ക് വിസ ഇൻ്റർവ്യൂ ഈ ഒരു ചൊവ്വാഴ്ചയായിരുന്നു, അത് ജാനുവരി 6 ആയിരുന്നു. അങ്ങനെ വിസ ഇൻ്റർവ്യൂവിന് പോയി. അവിടെ മാതാവ് ഈശോ എല്ലാം ഭംഗിയായിട്ട് തന്നെ എൻ്റെ കൂട്ടത്തിൽ നടന്നെല്ലാം നന്നായിട്ട് ചെയ്തു തന്നു. അങ്ങനെ അവർ പറഞ്ഞു 14 വർക്കിംഗ് ഡേയ്സ് അതിനുള്ളിലായിരിക്കും വിസ വരുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് പിന്നെ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം എൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാം നേരത്തെ പ്രോസസ്സിങ്ങിന് കൊടുത്തുകൊണ്ട് അവർ പോയായിരുന്നു. പിന്നെ എൻ്റെ കൂട്ടത്തിൽ വേറെ 2 പേരും കൂടെ ഉണ്ട്. അപ്പം അങ്ങനെ 40 വർക്കിംഗ് ഡേയ്സ് എന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് മിനിഞ്ഞാന്ന് എനിക്ക് മെസ്സേജ് വന്നു വിസ ഡിസ്പാച്ചായി എന്ന് പറഞ്ഞ്. ഇന്നലെ ഞാൻ പോയി വിസ കളക്ട് ചെയ്തു. ഇന്നലെ കളക്ട് ചെയ്ത് ഞാനും മമ്മിയും കൂടെ ഡയറക്റ്റ് കൃപാസനത്തിലോട്ടാണ് വന്നത്. ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ വിസ പൊട്ടിച്ചത്. പാസ്പോർട്ട് പൊട്ടിച്ച് വിസ ആദ്യമേ മാതാവിനെയാണ് കാണിച്ചത്. അപ്പം എൻ്റെ മാതാവ് നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ എനിക്ക് വിസ അടിച്ച് തന്നിട്ടുണ്ട്. ഇതെനിക്കറിയാം, എൻ്റെ കഴിവ് കൊണ്ടല്ല ഒരിക്കലും എനിക്കിത് കിട്ടുന്നത്. കാരണം ഈ വാലിഡിറ്റി കഴിഞ്ഞ പേപ്പർ എല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞു, എല്ലാ ഏജൻസിക്കാരും എന്നെ തള്ളിപ്പറഞ്ഞു, മോളുടെ ഈ പേപ്പർ കൊണ്ട് ഒന്നും നടക്കില്ല, ഒന്നുകൂടെ എക്സാം എഴുതണമെന്ന്. എങ്കിലും എനിക്ക് പാസ്പോർട്ട് വിസ അടിച്ചു തന്നത് മാതാവ് മാത്രമാണ്. എൻ്റെ മെറിറ്റ് കൊണ്ട് ഒന്നുമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ ഈ വരുന്ന തിങ്കളാഴ്ച ജർമ്മനിക്ക് പോവുകയാണ്. പിന്നെ ജപമാല റാലിക്ക് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ ഒരു ഏജൻസിക്ക് കുറച്ച് ഫണ്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അവിടെ നടക്കത്തില്ലെന്ന് അവർ പറഞ്ഞപ്പം ഞങ്ങളിന്ന് റീഫണ്ട് ചോദിച്ചു. അപ്പം അങ്ങനെ ഈ മാസത്തെ ഈ 2025 ജപമാല റാലി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞ് രാത്രി തന്നെ ആണ് അവർ റീഫണ്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ടത്. അങ്ങനെ ഒരു വലിയൊരു അനുഗ്രഹം മാതാവ് ഞങ്ങൾക്ക് തന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത്, ഞാൻ ജർമ്മൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന സാലറി കൊണ്ട് ഞാൻ എല്ലാ മാസവും മമ്മി കൃപാസനത്തിൽ ഞാൻ പറ്റുന്ന മാസങ്ങളിൽ വരും. അപ്പം ഞാൻ പത്രം കൊടുക്കാനുള്ള പൈസ മമ്മിക്ക് അയക്കും. മമ്മിയുടെ കയ്യിൽ നിന്ന് ഞാൻ പത്രം വാങ്ങിച്ച് ഞാൻ എവിടെയാണോ അവിടെയുള്ളവർക്ക്, ഓട്ടോ സ്റ്റാൻഡിലുള്ളവർക്ക്, ഇങ്ങനെ കാണുന്നവർക്കല്ല വഴിയിലുള്ളവർക്ക്, അങ്ങനെ പലർക്കും ഞാൻ എല്ലാ മാസവും പത്രം കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനും അല്ലാണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ രോഗികളായിരിക്കുന്നവർക്ക് മെഡിസിനും അതിനൊക്കെയുള്ള ഫണ്ടൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ഹോസ്റ്റലിലായിരുന്ന ടൈമിൽ ഞാനും എൻ്റെ കൂട്ടത്തിൽ ഉടമ്പടി എടുത്തവരും ആദ്യ വെള്ളിയാഴ്ചകളിൽ പള്ളികളുടെ അവിടെ ഇങ്ങനെ കുറേ പേരിരിക്കും. അപ്പോൾ അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനും പൈസ കൊടുക്കാനൊക്കെ പോയിട്ടുണ്ട്. ഇനി മമ്മി എനിക്ക് വേണ്ടി കുറച്ച് കാരുണ്യപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്, അത് മമ്മി പറയും. ദൈവതിരുനാമത്തിൽ മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ മകൾക്ക് വേണ്ടി പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ ഞാൻ മാതാവിനോട് പള്ളിയിൽ ചെന്ന് പറഞ്ഞു, അമ്മേ ഞാനും എൻ്റെ ഭർത്താവും ആരുടെയും മുന്നിൽ കൈനീട്ടാൻ പോകുകയില്ല. ഞാൻ 4 വർഷമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്. ഇതിന് മുമ്പ് ഞാൻ ഉടമ്പടി പറഞ്ഞിട്ടുണ്ട്. ഈ 3 സർട്ടിഫിക്കറ്റും ഞാൻ എന്ന് വരുമ്പോഴെല്ലാം ഈ തിരുനടയിൽ അമ്മയുടെ അടുത്ത് വെക്കും. അമ്മ ഈ സർട്ടിഫിക്കറ്റ് വെച്ച് എൻ്റെ കുഞ്ഞിനെ ജർമ്മനിയിൽ എത്തിക്കണം, നേഴ്സിംഗ് പഠിപ്പിക്കണം. കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. 1 കെട്ടിന് പകരം ഞാൻ 8 കെട്ട്
പത്രം മേടിച്ചുകൊണ്ട് ഞാൻ പല ജില്ലകളിൽ കൊടുക്കും. ഇടുക്കി ജില്ല, കോട്ടയം ജില്ല, എറണാകുളം ജില്ല, ആലപ്പുഴ ജില്ലകളിൽ കൂടി കൊടുത്ത്, പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തികളായിട്ട് കിട്ടുന്ന ശമ്പളക്കൂട്ട് പാവങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ കൊടുക്കും. പിന്നെ ഞാൻ ചിന്തിച്ചു, ഒരാൾക്ക് വയറ് നിറയാൻ ഒരു പൊതുകെടുത്താൽ ഒരു വാളുടെ അല്ല വയറ് നിറയുള്ളൂ. ഈ മാസം വരെ ഞാൻ ഒരു കുടുംബത്തിന് 5 കിലോ അരി വെച്ച്, എൻ്റെ കഴിവ് കൊണ്ടല്ല, മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രം പാവപ്പെട്ട കുടുംബത്തിന് 5 കിലോ അരി വെച്ച് ഞാൻ കൊടുക്കും. പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, കുഞ്ഞിൻ്റെ എക്സാമിൻ്റെ ഇൻ്റർവ്യൂ എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ പോയിരുന്നു, പ്രാർത്ഥിച്ചു, ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. അമ്മ, എൻ്റെ കുഞ്ഞിന് വേണ്ടി ഈ കണ്ണുനീരും പ്രാർത്ഥനയും ഈ ഉപവാസത്തിന് എന്തേലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അമ്മ എൻ്റെ കുഞ്ഞിന് MSCയിൽ നിൽക്കണം, എമിഗ്രേഷൻ ഓഫീസറായിട്ട് നിൽക്കണം, സ്റ്റാമ്പ് ചെയ്ത് വിസ അപ്രൂവ് ചെയ്ത് എൻ്റെ കുഞ്ഞിന് തരണം. 10 ഞാൻ പറഞ്ഞു, അമ്മ 10 ദിവസത്തിനിപ്പുറം തരണം എന്ന് പറഞ്ഞു. പക്ഷേ 15 ദിവസം എന്ന് പറഞ്ഞിട്ട് 6ാമത്തെ ദിവസം അമ്മ എൻ്റെ കുഞ്ഞിന് വിസ അപ്രൂവ് ആയെന്നും പറഞ്ഞ് എൻ്റെ മോൾക്ക് അയച്ചു തന്നു. അമ്മയ്ക്ക് 1000 നന്ദി. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പുറപ്പാട് 33:17 കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യം ഞാൻ ചെയ്യും, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. മകൾ തൻ്റെ ജർമ്മൻ ഭാഷാ പഠനവും അതിൻ്റെ പരീക്ഷകൾക്ക് അമ്മ വഴി ലഭിച്ച സവിശേഷമായ സംരക്ഷണവും ജർമ്മനിലേക്ക് പോകുവാനുള്ള പ്രോസസ്സ് കാലഘട്ടത്തിൽ അമ്മ മാതാവ് സവിശേഷമായി നയിച്ചതും പ്രതിസന്ധി വന്നപ്പോഴെല്ലാം പ്രത്യേകമാം വിധം അമ്മ കരുതി സാമ്പത്തിക മേഖലകളെ പലതരത്തിൽ ബലപ്പെടുത്തി മകൾക്ക് വിദേശത്തേക്ക് പോകുവാനുള്ള വഴി തുറന്നു കൊടുത്തതിൻ്റെ സന്തോഷമാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ഉടമ്പടി എടുത്ത നാൾ മുതൽ അമ്മ മാതാവിനോട് ശരണപ്പെട്ട മനസ്സോടുകൂടി എങ്ങനെ ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്ന് അമ്മയും മകളും അൾത്താരയിൽ സവിസ്തരം നമ്മളോട് സൂചിപ്പിച്ചു. അതെപ്പോഴും ദൈവത്തെ ഉടമസ്ഥപ്പെടുത്തുകയുള്ള ഒരു ജീവിതമാണ്. അമ്മ മാതാവിൽ ആശ്രയിച്ചുകൊണ്ട് തങ്ങളുടെ ഇല്ലായ്മകളിലും ക്ലേശാവസ്ഥകളിലും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന പ്രേക്ഷിത പ്രവൃത്തികളിൽ സന്തോഷത്തോടെ പങ്കുചേർന്നുകൊണ്ടുള്ള ജീവിതമാണെന്ന് അമ്മയും മകളും ഒരുപോലെ ലോകത്തോട് വെളിപ്പെടുത്തുകയാണ്. തങ്ങളുടെ ഇല്ലായ്മകളിൽ, സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ മുന്നോട്ട് പോകുവാൻ വഴികളൊന്നും കാണാതിരിക്കുമ്പോഴും നിരാശപ്പെടാതെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഇതുകൂടി അമ്മ സഹായിച്ചു തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് കുടുംബത്തിൻ്റെ രീതിയെന്ന് അവരുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പരീക്ഷ എഴുതുമ്പോൾ കാതിൽ മന്ത്രിക്കുന്ന അമ്മ മാതാവിനെ മകൾ കാണുന്നുണ്ട്. തൻ്റെ കഴിവുകൊണ്ടല്ല, അമ്മ മാതാവിൻ്റെ കൃപയാൽ പരീക്ഷയുടെ ഓരോ അവസരത്തിലും അത് വിജയത്തിലേക്ക് നയിച്ചത് മകൾ സൂചിപ്പിക്കുന്നുണ്ട്. പ്രോസസ്സിൻ്റെ വഴിയെത്തുമ്പോൾ അത് ഇൻവാലിഡായി എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷയുടെ വിജയിച്ചതിൻ്റെ വർഷം ഒന്ന് കഴിഞ്ഞുവെന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുമ്പോഴും അമ്മയുടെ കരങ്ങളിലേക്കാണ് അത് ഏൽപ്പിച്ചു കൊടുക്കുക. അത് അലീനയുടെ അമ്മ പ്രത്യേകമായി പറഞ്ഞു, എപ്പോഴൊക്കെ ഞാൻ കൃപാസനത്തിൽ വരുമോ ഞാൻ ഈ സർട്ടിഫിക്കറ്റുകളുമായി മാത്രമേ വന്നിട്ടുള്ളൂ. അമ്മയുടെ കരങ്ങളിൽ ഓരോ തവണ ഏൽപ്പിച്ചു കൊടുത്ത് എൻ്റെ മകളെ ജർമ്മനിയിൽ എത്തിക്കണമേ എന്ന് അമ്മയിൽ ശരണപ്പെട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. മറ്റുള്ളവർ എന്തു പറയുന്നോ അതെനിക്ക് ബാധകമല്ല. എത്ര തടസ്സങ്ങൾ അവരെൻ്റെ മുൻപിൽ വയ്ക്കുന്നുവോ അതൊന്നും ഞാൻ പരിഗണിച്ചിട്ടില്ല. ഇതിന് പേപ്പറിൻ്റെ വില മാത്രമേ ഉള്ളൂവെന്ന് മുഖത്ത് നോക്കി പറയുമ്പോഴും ഞാനിതല്ല, ദൈവശക്തിയാൽ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ ഇതെന്താണോ നിവർത്തിതമാകേണ്ടത് അത് നിവർത്തിതമാക്കുന്നതിന് മനുഷ്യൻ അസാധ്യമെന്ന് പറയുന്നത് ദൈവത്തിന് സാധിക്കുമെന്ന പൂർണ്ണ ബോധ്യത്തോടും വിശ്വാസത്തോടും അമ്മയുടെ കരങ്ങളിലേക്ക് ഞാനിത് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. മകൾ പറയുന്നുണ്ട്, ഇന്ന് അന്നെഴുതിയ അതേ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റുകൾ വെച്ച് ഇൻവാലിഡ് എന്ന് വർഷമൊന്ന് കഴിഞ്ഞു അതുകൊണ്ട് പോകുവാൻ പറ്റില്ലെന്ന് എന്നോട് പറഞ്ഞ അതേ മനുഷ്യരുടെ മുമ്പിലൂടെ നഴ്സിംഗ് പഠിക്കുന്നതിന് വേണ്ടി ഞാനിന്ന് വിദേശത്തേക്ക് പോവുകയാണെന്ന്. പ്രിയമുള്ളവരെ, നമ്മളെങ്ങനെ ഉടമ്പടിയെ കാണുന്നു, നമ്മളെങ്ങനെ ഉടമ്പടി ജീവിക്കുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം അത് പ്രേക്ഷിത പ്രവർത്തനം തന്നെയാണ്. തുടക്കക്കാർക്ക് ഏറ്റവും പ്രയാസമുള്ളത്, എന്നാൽ ഉടമ്പടി ജീവിച്ചു തുടങ്ങുന്നവർക്ക് ഏറ്റവും ആവേശമുള്ളത് പ്രേക്ഷിത പ്രവർത്തനമാണ്. സഹോദരി പറഞ്ഞു, 4 ജില്ലകളിൽ ഞാൻ പത്രം കൊടുക്കാറുണ്ട്. പോകുന്ന ഇടങ്ങളിലൊക്കെയും ഞാനിത് ധൈര്യത്തോടുകൂടി അമ്മ മാതാവിൻ്റെ കരങ്ങളും അമ്മ മാതാവിൻ്റെ ഹൃദയവും ഈശോയുടെ അനുഗ്രഹത്തിൻ്റെ വഴികളുമാണ് ഇതിലുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിതെല്ലാവർക്കും കൊടുക്കുവാൻ സന്തോഷമേ ഉള്ളൂ. അത് ദൈവം ആപത്ത്
ആപത്തുകാലത്ത് ഓരോരുത്തരെയും എങ്ങനെ വഴി നടത്തുകയും കരം പിടിക്കുകയും സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും നന്മയുടെയും വഴികളിലേക്ക് ഓരോരുത്തരെ ചേർത്ത് നിർത്തിയെന്ന് അടയാളപ്പെടുത്തുന്നതാണ് ഓരോ സാക്ഷ്യവും. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തികളെ ലോകത്തിന് കൈമാറുവാൻ എനിക്കെന്നും സന്തോഷമേ ഉള്ളൂ. അതാണ് ഈ കുടുംബത്തിന്, ഈ നിയോഗത്തിന് അനുഗ്രഹമായി തീരുന്നത്. ദൂരെ നിന്നാണ് വരുന്നതെങ്കിലും 8 കെട്ട് പത്രം വാങ്ങി സന്തോഷത്തോടെ അത് കൈമാറിക്കൊടുത്തുകൊണ്ട് ദൈവം എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കും. ഞാൻ കാരുണ്യ പ്രവൃത്തികൾ സന്തോഷത്തോടെ ചെയ്യുമ്പോൾ എൻ്റെ ഇല്ലായ്മയിൽ എൻ്റെ ആവശ്യ നേരത്തിൻ്റെ തമ്പുരാൻ എനിക്കായി കരം തുറക്കുന്നവരെ എൻ്റെ കൺമുൻപിൽ കൊണ്ടുവരും. ഞങ്ങൾ ആരുടെ മുമ്പിലും കരം നീട്ടുന്നില്ലെങ്കിലും ദൈവം അത് ഞങ്ങൾക്കായി ഒരുക്കിത്തരുമെന്ന ആ ഒരു ഉറച്ച ശരണവും ബുദ്ധിവുമാണ് ഈ കുടുംബം ഈ അൾത്താരയിരുന്ന് സന്തോഷത്തോടെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതം ഞങ്ങൾക്ക് അനുഗ്രഹമായി എന്നേറ്റു പറയുന്നത്. പ്രിയമുള്ളവരെ, പൂർണ്ണമായി ജീവിതത്തിൻ്റെ വിഷയങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നാം നമ്മുടെ കൺമുമ്പിൽ കാണുന്ന തടസ്സങ്ങളെന്തോ തടസ്സങ്ങളെ നീക്കുവാൻ കഴിവുള്ള കർത്താവാണ് കൂടെയുള്ളതെന്ന ബോധ്യത്തോടുകൂടി ജീവിത വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. നാം ഇന്ന് തകർന്നടിഞ്ഞിരിക്കുന്ന സങ്കടമെന്തോ ആ സങ്കടത്തിനെ സന്തോഷമാക്കുവാനും ജീവിതത്തെ സുരക്ഷിതമാക്കുവാനും പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും കഴിവുള്ള ഈശോയും അതിന് നിർദ്ദേശം കൊടുക്കുവാൻ ശക്തിയുള്ള രമ്മയുമാണ് കൂടെയുള്ളതെന്ന ബോധ്യത്തോടുകൂടി നമ്മുടെ വിഷയങ്ങളെ ഈ തിരുവൾത്താരയിൽ അമ്മയുടെ ഉടമ്പടിയിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആരെന്നെ തേടി വരുന്നുവോ ആരെയും ഞാൻ നിരാശരായി കൈവിടുകയില്ല, തിരിച്ചയക്കുകയില്ല. എൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യവുമായി അവർ മടങ്ങി വരും വിധം ഞാൻ അവരുടെ ജീവിതത്തെ കണ്ടുകൊണ്ടിരിക്കും, അനുഗ്രഹിക്കും. കർത്താവിൻ്റെ വചനം അതൊരിക്കലും പാടല്ല, അത് നമ്മുടെ ജീവിതത്തെ പണിയുന്നതാണ്. അതുകൊണ്ട് ഈ കുടുംബത്തിൽ വെച്ച് ഈ അനുഗ്രഹത്തിന് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞ് നമ്മളെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഇന്നായിരിക്കുന്ന ജീവിത വിഷയങ്ങളിൽ നിന്ന് കരകയറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷി അമ്മയ്ക്കും 1000 നന്ദി. ഈ ആൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ ഈശോ അമ്മയുടെ ആദ്യമായി നന്ദി രേഖ. എൻ്റെ പേര് ബിനിയ, ഇതെൻ്റെ ഹസ്ബൻഡ് സന്തോഷ്, മകൻ സൗരവ്. ഞങ്ങളുടെ വീട് തൃശ്ശൂരാണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 17/11/2024 ഈ ഉടമ്പടി എടുക്കാൻ ഞാൻ ഇവിടെ എത്താനായിട്ട് എനിക്ക് ഈ കൃപാസനത്തിനെ കുറിച്ചോ ഒന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പൈസ ഞങ്ങൾ കടം കൊടുത്തിരുന്നു. അപ്പോൾ അവരെ നമ്മൾ വിളിക്കുമ്പോഴൊക്കെ ഓരോ അവധികൾ പറയും. അങ്ങനെ ഒരു വിളിച്ചപ്പോൾ അവരെ മകളാണ് ഫോൺ എടുക്കണത്. അപ്പോൾ മകൾ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യുക, അമ്മയ്ക്ക് പൈസ കിട്ടണില്ല, ചേച്ചിക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടും എല്ലാം ആണ് ഇവിടെ. ചേച്ചി കൃപാസനം എന്നൊരു പള്ളിയുണ്ട്, അവിടെ പോയി ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോഴും നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. നമ്മളൊരു ഹിന്ദു മതത്തിൽ ജനിച്ചതാണ്. കൃപാസനം പള്ളിയെ പോലും ഞാൻ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊരുപാട് സങ്കടത്തിലിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് പള്ളിയുണ്ട്, ഇവിടെ പോവാം. ആദ്യമൊക്കെ ആൾ സമ്മതിച്ചില്ല, പിന്നെ ആൾ എന്നെ പറഞ്ഞു നമുക്ക് പോവാം. അതിൻ്റെ ഇടയിൽ അപ്പോൾ നമുക്കൊരു വലിയൊരു സങ്കടം നടക്കുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മുടെ മകൻ ലണ്ടനിലായിരുന്നു. അപ്പോൾ അവൻ MBA അവിടെ പഠിക്കാൻ പോയത്. അവിടെ വെച്ച് അവൻ MBA ഒക്കെ പാസ്സായി, എല്ലാം ചെയ്തു, സർട്ടിഫിക്കറ്റ് എല്ലാം റെഡിയായി. പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ മാളിൽ പോയി ഇരിക്കുന്ന സമയത്ത് അവൻ്റെ രേഖകളെല്ലാം അടങ്ങിയ ഒരു ബാഗ് അവൻ്റെ കൈവശം അവൻ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് കളവ് പോയി. അവൻ്റെ ജോലിയുടെ എല്ലാ കാര്യങ്ങളും സർട്ടിഫിക്കറ്റും പാസ്പോർട്ട് എല്ലാം ആ ബാഗിലായിരുന്നു. അതെല്ലാം പോയി. ആൾ ഭയങ്കര സങ്കടത്തിലായി. അപ്പോൾ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു. അവൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, അമ്മ എങ്ങനെ പോയി അച്ഛാന്ന് പറഞ്ഞു. പിന്നെ അവൻ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാണ്ടായി. ആൾക്ക് വിഷമമായി, അതൊരു സങ്കടമായി. ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യണില്ല. ഞങ്ങൾ അവനെ വിളിക്കും, അവൻ്റെ സിസ്റ്റർ അവിടെ ഉണ്ട്, സിസ്റ്റർ പറയും അവനവിടെ ഉണ്ട് അമ്മ എന്ന് പറയുന്നതല്ലാതെ ഇവൻ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാതെ ഞങ്ങളും ഭയങ്കര സങ്കടത്തിലായി. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ എൻ്റെ മകൻ്റെ കാര്യം വെച്ചു. ഞാൻ ജോസഫ് അച്ഛനെ കണ്ടു അതിനിടയിൽ. അപ്പോൾ ജോസഫ് അച്ഛൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അവൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞ് ജനുവരിയിൽ ഇവൻ എന്നെ വിളിച്ചു, പക്ഷേ സംസാരിച്ചില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കമ്മ ഞാൻ ഓക്കെ ആണെന്ന് മെസ്സേജ് അയക്കിയതല്ലാതെ ഞങ്ങളോട് കോണ്ടാക്റ്റ് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ കുറച്ച് നാൾ ഇങ്ങനെ
ഇവൻ വിളിക്കും, അധികം സംസാരിക്കണമൊന്നുമില്ല. ഇവൻ്റെ വിഷമം ഇത് പോയത് ഞങ്ങൾക്കും വിഷമം, മകൾ അവിടുത്തെ വിഷമം പറയുക, എല്ലാം കൂടി ആയിപ്പോൾ അങ്ങനെ ഇരുന്നു. പിന്നെ ഇവൻ റൂമൊന്നും കിട്ടാതെയായി, പാർക്കിലും അവിടേക്ക് ഇരുന്നു, ജോലി ചെയ്യാൻ പറ്റാതായി. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ അവിടെ ശക്തിയായി കണ്ടു. മകൻ അവിടേക്ക് ഇരിക്കണമൊക്കെ കണ്ടപ്പോൾ മൂവാറ്റുപുഴയുള്ളൊരു മോൻ എബി, ഇവൻ എന്നും ഇവിടെ ഇരിക്കണുണ്ടല്ലോ, ജോലി ഒരു മലയാളിയല്ലേ എന്ന് തോന്നി. അവൻ ചെന്ന് ഇവനോട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ എല്ലാം ഇങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടു പോയി, എനിക്ക് ജോലി ചെയ്യാൻ പറ്റണില്ല, വീട്ടിലേക്ക് പോകണമെങ്കിലും ഇത്രയും പൈസ കൊടുത്ത് ഞാൻ പഠിച്ചു, അതിൻ്റെ സങ്കടം അവന്. അതാണ് അവൻ വീട്ടിലേക്ക് വരാനൊരു വിഷമം. അങ്ങനെ കാരണം പിന്നെ ആ കുട്ടിയും അവരെ കുറച്ച് ഇവരുടെ ഇടപെടൽ പോയിട്ട് അവനൊരു പാസ്പോർട്ട്, യാത്രാ പാസ്സൊക്കെ റെഡിയായി, ഇതൊക്കെ ചെയ്തു. അവൻ നാട്ടിലേക്ക് തിരിച്ചെത്തി. ഇനി നാട്ടിൽ വന്നു. ഇപ്പോൾ ആൾത്തറയിൽ ഞാൻ മകനോട് എത്തി, അതിൻ്റെ സന്തോഷം. പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അസുഖത്തിനോടാണ് ഞാൻ ഈ കുട്ടിയെ വിളിക്കുന്നതും അസുഖം പൈസയുടെ ചോദിക്കുന്നതും. അപ്പോൾ ആൾക്കൊരു ലിവറിനൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പിത്താശയ കല്ലുണ്ടായിരുന്നു. കല്ല് സ്കാൻ ചെയ്ത് അവർ പറഞ്ഞു, നിങ്ങൾ എത്രയും വേഗം ലിവർ മാറ്റി വയ്ക്കേണ്ടി വരും, ഇങ്ങനെ പിത്താശയത്തിൽ കല്ലും ലിവറിന് ഇതും കൂടി ആകുമ്പോൾ ഭയങ്കര ഇതായിരിക്കും, എത്രയും വേഗം 40 ലക്ഷം രൂപയും റെഡി ആവണം, ലിവറും മാറ്റി വയ്ക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ ഉടമ്പടി എടുത്ത് ഇന്നിപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സ്കാനിങ്ങിൽ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വേദന എപ്പോൾ വന്നാലും വരണം, സർജറി റിസ്ക് എടുത്ത് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒത്തിരി വിഷമിച്ചിരിക്കും. പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞ് ആദ്യ വേദന വന്നു. അപ്പോൾ അതിനിടയിൽ ഞാൻ അച്ഛനെ വന്ന് ഇവിടെ അച്ഛനെ കണ്ടു. അച്ഛൻ തൈലൊക്കെ പുരട്ടി പ്രാർത്ഥിച്ചു തന്നു. അവിടെ ചെന്ന് പിന്നെയും വേദന വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, പിന്നെയും വേദന വന്നല്ലോ, മാതാവെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു. ഉപ്പും തൈലൊക്കെ എല്ലാ ദിവസവും ഉപയോഗിച്ചു, എല്ലാം ചെയ്യണം. അപ്പോൾ ആൾ പറയുന്നുണ്ട്, സ്കാനിങ്ങിൽ ആൾ പറയുന്നുണ്ട് എനിക്ക് ഗ്യാസാണ്, വേറെ പ്രശ്നമല്ല. പക്ഷേ ഡോക്ടർ സമ്മതിക്കണില്ല. ഡോക്ടർ പറഞ്ഞു കല്ല് തന്നെയാണ്, ഇതാണ്, വേഗം സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അന്ന് സ്കാൻ ചെയ്ത റിപ്പോർട്ട് എന്ന് വെച്ച് ഡോക്ടർ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കണ്. കല്ലില്ല, ഒന്നുമില്ല, ലിവറിൻ്റെ അസുഖവും കുറഞ്ഞു, മഞ്ഞപ്പിത്തം 6 പോയിൻ്റ് ആയിരുന്നു, അതും കുറഞ്ഞു. അപ്പോൾ ചോദിക്കുക എങ്ങനെ സംഭവിച്ചു എന്ന് ഡോക്ടർക്ക് അതിശയം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അപ്പോൾ തന്നെ സാക്ഷ്യം പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ ഡോക്ടർക്ക് തന്നെ ഭയങ്കര അതിശയായി, ഇതെങ്ങനെ സംഭവിച്ചു. ഇപ്പോൾ ആൾക്ക് നല്ല സൗഖ്യമായി, മകനെത്തി. ഒരുപാട് സങ്കടങ്ങളിൽ വന്ന എനിക്ക് ഒരുപാട് അനുഗ്രഹം തന്ന അമ്മയോ ഈശോയോട് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാ മാസവും വന്ന് പത്രം വാങ്ങിച്ച്, ഞങ്ങൾ ഹിന്ദു എന്താണെങ്കിലും ഞാൻ എല്ലാവരോടും പറഞ്ഞ് ഞാൻ കൊടുക്കും. അമ്മ തന്ന അനുഗ്രഹങ്ങളും ഇതുകളും എല്ലാം. അതിനിടയിൽ ചെറിയ ചെറിയ അനുഗ്രഹങ്ങളും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. വലിയ സാക്ഷ്യം ഇവിടെ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ അടുത്തുള്ള കോൺവെൻറ്റുകൾ, അനാഥാലയങ്ങളൊക്കെ ഞങ്ങൾ പോവും, ഫുഡൊക്കെ വെച്ച് കൊടുക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഏതാണെന്ന് ചോദിച്ച് അത് കൊണ്ടു കൊടുക്കും. അങ്ങനെ ഞങ്ങൾ പിന്നെ ആരെങ്കിലും പൈസ ഒരു വയ്യായികയുള്ളവർ കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ആരെങ്കിലും വന്ന് നമുക്ക് തോന്നുമ്പോൾ അവർക്ക് നമ്മുടെ കയ്യിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി. 139 സങ്കീർത്തനം 2-3 തിരുവചനങ്ങൾ. ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു, എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അവിടുന്ന് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ബിനിയ സന്തോഷ് എന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം വന്ന് തങ്ങളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റ് പറയുന്നത് അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ വഴിത്തിരിവിൻ്റെയും ജീവിതത്തിലെ വലിയ അത്ഭുതങ്ങൾക്കും നന്ദി പറയാനാണ്. മകനെ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ച, യാതൊരു പ്രത്യാശയും പ്രതീക്ഷയും ഇല്ലാതിരുന്ന ഒരു സമയത്താണ് കൃപാസനം എന്ന ഒരു വാക്ക് ഫോണിലൂടെ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ അവർ അന്വേഷിച്ച് ഇവിടെ എത്തിയത്. ബിനിയ ഒരുപക്ഷെ വിട്ടുപോയതാവാം ബിനിയ പറയുകയായിരുന്നു, അവർ തൃശ്ശൂരിൽ നിന്ന് തുടങ്ങുമ്പോഴൊരു പരുന്ത് അവരെ അനുഗമിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. അവരെപ്പോഴെല്ലാം വണ്ടി നിർത്തിയോ അപ്പോഴെല്ലാം ആ പരുന്ത് അവിടെ വിശ്രമിച്ചു. അത് കഴിഞ്ഞ് അവരിവിടം വരെ അവർക്ക് വഴികാട്ടിയായതുപോലെ അവരിവിടെ എത്തിയെന്ന് ബിനിയ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. കൃപാസനം എന്നൊരു വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് കൃപാസനം എന്താണെന്നോ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്നൊന്നും അറിയാതെ പരിശുദ്ധ അമ്മയെ കാണാൻ
ഇവിടെ ഓടിയെത്തിയ അവരെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മളാരും യാദൃച്ഛികമായി വഴിയിലൂടെ പോകുമ്പോൾ കടന്നു വരുന്നതല്ല, പരിശുദ്ധ അമ്മ തന്നെയാണ് നമ്മെ ഇങ്ങോട്ട് ആനയിച്ചു കൊണ്ടുവരുന്നത്. ഈശോ എന്ന ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മനുഷ്യരുടെ ഇടയിൽ ഏകനാമം ഈശോ മാത്രമാണെന്ന് നമുക്ക് പ്രഖ്യാപിക്കുന്നതിനുള്ള ഒരു വലിയ സാഹചര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ വലിയ അത്ഭുതങ്ങൾ. മകനെ കാണാതെ വളരെയധികം സങ്കടപ്പെട്ട നാളുകളിൽ പരിശുദ്ധ അമ്മ തന്നെയാണ് ഇവർക്ക് സാക്ഷിയായി, ഇവർക്ക് മധ്യസ്ഥയായി നിലകൊണ്ടത്. മകനെ ഇവിടെ എത്തിക്കുവാനും മകന് യാതൊരു അപകടങ്ങളും കൂടാതെ ഇവിടെ വളരെ സുരക്ഷിതനായി എത്തിക്കുവാനും മകൻ MBA പഠിച്ച് അവിടെ പാർട്ട് ടൈം ജോലി ചെയ്തിരുന്നൊരു മകനായിരുന്നു. ഉടമ്പടിയുടെ ഉറപ്പ് എന്ന് പറയുന്നത് നമ്മൾ എത്ര തന്നെ അപകടത്തിൽപ്പെട്ടാലും എത്ര തന്നെ അസുഖങ്ങളിൽപ്പെട്ടാലും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് നമ്മെ എപ്പോഴും കൂടെ ചേർത്ത് നടന്ന് സഞ്ചാരി മാതാവ് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കൂട്ടായ്മയിലും സമുദായത്തിലും ജീവിതത്തിൻ്റെ തകർച്ചകളിലുമെല്ലാം നമ്മെ ഉയർത്തി നിർത്തി, നമ്മെ എപ്പോഴും കൊമ്പ് ഉയർത്തി നിർത്തി എന്നാണ് സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ എപ്പോഴും ഉയർത്തി നമ്മെ സന്തുഷ്ടരാക്കുന്ന ഒരു വലിയ ജീവിതാവസ്ഥയെക്കുറിച്ച് ഉടമ്പടി സാക്ഷ്യങ്ങൾ നാം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. നഷ്ടപ്പെട്ട ആടിനെ കണ്ടുപിടിക്കുന്ന ഉപമകൾ നാം ലൂക്കായുടെ സുവിശേഷത്തിൽ വായിച്ചെടുക്കുന്നുണ്ട്. നാം എത്ര തന്നെ അകന്നു പോയാലും ഈശോ തന്നെ നമ്മെ തേടി പിടിച്ചുകൊണ്ട് ഈ ആലയത്തിലേക്ക് കൊണ്ടുവരും. നഷ്ടപ്പെട്ട ധൂർത്തുപുത്രനെ ആനയിക്കുന്ന ഒരു നല്ല പിതാവിനെക്കുറിച്ച് അവിടുന്ന് നമ്മൾ ചിത്രീകരിക്കുന്നുണ്ട്. ഒരു നല്ല പിതാവ് നമ്മെ എപ്പോഴും നല്ല വസ്ത്രങ്ങളും പാദരക്ഷകളുമെല്ലാം അണിയിച്ച് നമ്മെ സ്വർഗത്തിലേക്ക്, സ്വർഗീയ അനുഭൂതിയിലേക്ക് ആനയിച്ച് നമ്മെ നിത്യരക്ഷയുടെ പാതയിലേക്ക് നയിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി എന്ന ജീവിതം. നമുക്കെപ്പോഴും നമ്മുടെ ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കാം. നമ്മുടെ ഏത് ജീവിതാനുഭവത്തിലായാലും ഏതവസ്ഥയിലായാലും പരിശുദ്ധ അമ്മ നമ്മെ എപ്പോഴും താങ്ങി നിർത്തും. ഈശോ നമ്മുടെ രക്ഷകൻ നമുക്ക് വേണ്ടി എപ്പോഴും കുരിശിലെ ആ ത്യാഗം നമുക്ക് വേണ്ടി പ്രഘോഷിച്ചുകൊണ്ടിരിക്കും. അവിടുത്തെ പുനരുത്ഥാനത്തെ നമുക്ക് ഏറ്റുപറയുകയും ചെയ്യാം. ബിനിയ സന്തോഷിനും സൗരഭിനും ലഭിച്ച വലിയ അനുഗ്രഹത്തിന് കൃപയ്ക്ക് നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് വേദിയിൽ വന്ന് സാക്ഷ്യം പറയുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർത്തതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സോജ, ഇതെൻ്റെ ഭർത്താവാണ് ഷിബു ജോൺ, മകൾ ദിയ ഷിബു. ഞങ്ങൾ കടവന്ത്രയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് കടവന്ത്രയിൽ 10 സെൻറ്റ് സ്ഥലവും 2 വീടും സ്വന്തമായിട്ടുണ്ടായിരുന്നു ഭർത്താവിന്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് പത്രത്തിലൂടെയാണ് ആദ്യമായി കേട്ട് തുടങ്ങിയത്. ഞങ്ങൾക്ക് ജീവിതത്തിൽ കുറേ ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് വന്നു തുടങ്ങി. ആദ്യമായി തന്നെ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ചെറിയൊരു ബിസിനസ്സായിട്ട് ഞങ്ങളുടെ പഴയ തറവാട്ടിലാണ് ഞങ്ങൾ ആരംഭിച്ചത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ വീടും നഷ്ടമായി. അങ്ങനെ ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചെറിയൊരു കടയിലേക്ക് ബിസിനസ് ആരംഭിക്കുകയും ചെയ്തു. എന്നാലും ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് എൻ്റെ മകന് ശാരീരികമായി പല ബുദ്ധിമുട്ടുകൾ വന്നു. അങ്ങനെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഭർത്താവ് കടയിൽ നിന്ന് വരുമ്പോൾ കൃപാസനം പത്രം കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ വെച്ചു. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ പത്രം കാണും, വായിക്കും, എടുത്ത് വയ്ക്കുമായിരുന്നെങ്കിലും ഉടമ്പടിയെക്കുറിച്ച് അധികമൊന്നും ചിന്തിച്ചിരുന്നില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരുന്നില്ല. അന്ന് ഞാൻ പെട്ടെന്ന് പത്രത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഉടമ്പടി എന്ന വാക്കാണ്. അപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ ഉടമ്പടി എടുത്തോളാം. അങ്ങനെ ഞാനും എൻ്റെ 2 മക്കളും കൂടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഞാൻ ചെന്നതിന് ശേഷം ഞങ്ങൾ കുറച്ചായിട്ട് ഞങ്ങൾക്ക് സ്വന്തമായി അധികം പൈസയൊന്നും കയ്യിലില്ലായിരുന്നു. അപ്പോൾ എന്നാൽ 2 സെൻറ്റ് സ്ഥലമെങ്കിലും ഞങ്ങൾക്ക് കട തുടങ്ങാനായിട്ട് വേണമെന്ന് ഞാൻ നിയോഗം വെച്ചിരുന്നു. ഞങ്ങൾ ചെന്നതിന് ശേഷം ഞങ്ങൾക്ക് 4 സെൻറ്റ് സ്ഥലവും അവിടെ കടവന്ത്രയിൽ തന്നെ വാങ്ങിക്കുവാനുള്ള അനുഗ്രഹം അമ്മ മാതാവ് നേടിത്തന്നു. അത് ഞങ്ങൾക്ക് യാതൊരു മെറിറ്റും ഇല്ലായിരുന്നു, പൈസയില്ല. പക്ഷേ ഒരു ലോൺ എങ്ങനെ ശരിയാക്കി തന്നു. പെട്ടെന്ന് തന്നെ ജാനുവരിയിൽ 3 മാസം 90 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് അമ്മ മാതാവ് 4 സെൻറ്റ് സ്ഥലം കടവന്ത്രയിൽ വാങ്ങിക്കുവാനുള്ള അനുഗ്രഹം തന്നു. അവിടെ തന്നെ വേറൊരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യാനുള്ള അനുഗ്രഹവും തന്നു. പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി രോഗശാന്തിയും ഇതെല്ലാം തന്നിരുന്നു. എനിക്കും മകനും ഒക്കെ രോഗത്തിന് നല്ല ഞങ്ങൾ തൈലം, എന്തെങ്കിലും അസുഖം വരുമ്പോൾ തന്നെ ഞങ്ങൾ തൈലവും വെഞ്ചിരിച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് ഇവിടെ
ഇത് പുതുക്കാൻ വന്നപ്പോൾ, ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് സിസ്റ്റർ എന്നോട് ചോദിച്ചു, മോളെ സാക്ഷിയൊന്നും പറയുന്നില്ലേന്ന്. അപ്പം ഞാൻ പറഞ്ഞു, സിസ്റ്റർ, ഞാൻ ഏറ്റവും അതിൽ ഏറ്റവും ആഗ്രഹിച്ച് മാതാവിനോട് ആവശ്യപ്പെട്ടിരുന്നത് ഒരു വീട് ലഭിക്കുവാനായിരുന്നു. അപ്പോൾ ആ വീട് ലഭിക്കാൻ അപ്പോൾ എന്തുകൊണ്ടാണ് വീട് വയ്ക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്തോ തടസ്സങ്ങളാണ്, സ്ഥലമുണ്ട് പക്ഷേ വീട് വയ്ക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഉപ്പിട്ട് പ്രാർത്ഥിക്കുക, അവിടെ പോയിട്ട് ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം എന്നും ഞാനും ഭർത്താവും ഉപ്പിട്ട് അവിടെ പ്രാർത്ഥിക്കുമായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിക്കും. ദിവസവും പ്രാർത്ഥനയുടെ സമയത്ത് ഞങ്ങൾ തൈലമൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ എനിക്കിവിടെ വന്ന് എൻ്റെ ഉടമ്പടി അത് പുതുക്കാൻ സാധിക്കാതെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഒക്ടോബർ 25 ഇവിടെ ജപമാല റാലി നടക്കുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും വന്ന് കൂടണമെന്നുണ്ടായിരുന്നെങ്കിലും സാഹചര്യങ്ങൾ ഒത്തുവരുന്നില്ലായിരുന്നു. പക്ഷേ ഒക്ടോബർ 23 ആയപ്പോൾ എൻ്റെ സിസ്റ്ററും എൻ്റെ ഒരു ഫ്രണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് പോവാം ഒരുമിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജപമാല റാലിയിൽ വന്ന് പങ്കെടുത്തു. അതിനുശേഷം ഒക്ടോബർ 25 ആയിരുന്നു റാലി. 26 ഞങ്ങൾ കടയിൽ നിൽക്കുമ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഇവിടെ അടുത്ത് തന്നെ നമുക്കൊരു ഫ്ലാറ്റ് വിൽക്കാനുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ പൈസയും ഇല്ല. ഞങ്ങൾ അങ്ങനെ ഒരു വീടെന്നുള്ള ഇതിൽ നിന്നിരുന്നതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു, എന്തായാലും പറഞ്ഞതല്ലേ, നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ പോയി ഫ്ലാറ്റ് കണ്ടു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഇടവക പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ഫ്ലാറ്റ്. അങ്ങനെ ഞങ്ങൾ പക്ഷേ അപ്പോഴും ലോൺ ശരിയാകുമോ, കാരണം ഞങ്ങൾക്ക് ഓൾറെഡി ലോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയൊരു ലോൺ തരാനുള്ള എലിജിബിലിറ്റി ഒന്നും ഞങ്ങൾക്കില്ലയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാമായിരുന്നു. അന്നോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ആദ്യം തന്ന ലോണിൻ്റെ അവർ തന്നെ ഞങ്ങൾക്ക് ലോൺ തരാമെന്ന് വിളിച്ചു പറഞ്ഞു. 1 മാസം കൊണ്ട്, ഡിസംബറിൽ കൊണ്ട് എല്ലാം പൂർത്തീകരിച്ചു. ഈ ചൊവ്വാഴ്ചയായിരുന്നു ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ രജിസ്ട്രേഷൻ. ഇന്ന് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ പുതിയ ഫ്ലാറ്റിൻ്റെ താക്കോലുമായിട്ടാണ്. അമ്മ മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. അമ്മ വഴി കഴിഞ്ഞ 5 വർഷമായി ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. ഇതൊന്നും ഞങ്ങളുടെ കഴിവിലല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും സോജ ഇവിടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. അതിന് ഞങ്ങൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊന്നും പകരമല്ലെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ചെറിയ തോതിലെങ്കിലും ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് വിശദീകരിക്കുകയാണ്. ഇവിടെ നിന്ന് കിട്ടുന്ന ഈ കൃപാസനം പത്രം ഞങ്ങൾ 2 പേരും ജോലി ചെയ്യുന്ന 2 ചെറിയ സ്ഥാപനങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന പള്ളികളുണ്ട്, അവിടെയെല്ലാം നടന്ന് ഭക്തജനങ്ങൾക്കിടയിൽ ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് ഞങ്ങൾ ഉച്ചഭക്ഷണ പൊതി മാസത്തിലൊരു ഞായറാഴ്ച ആളുകൾക്ക് കൊടുക്കുമായിരുന്നു. ഒരു 3 മാസം അത് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ആളുകൾ ഭക്ഷണത്തിന് വേണ്ടി പിടിവലി കൂടണതുകൊണ്ട് അത്രയും പേർക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കണില്ല. അത് ഉണ്ട്. ഞങ്ങൾ വേറൊരു തീരുമാനം എടുത്ത് എറണാകുളത്ത് തന്നെ, സ്ഥലം പറയണില്ല, വൈകല്യമുള്ള ഒരു 22 പെൺകുട്ടികളെ നോക്കി നടത്തണ ST കോൺവെൻറ്റ് സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. മാസത്തിൽ ഒരിക്കൽ അവിടെ പോയി ആവുന്നത് ലാസ്റ്റ് ഞായറാഴ്ച ചെന്ന് അവർക്ക് ചെറിയൊരു സാമ്പത്തിക സഹായം കൊടുത്തും അവരോട് സംസാരിച്ച് അവർക്കൊരു പ്രചോദനമൊക്കെ കൊടുത്ത് അവിടെ താമസിക്കുന്ന അന്തേവാസികൾക്കും അവരെ നോക്കുന്ന സിസ്റ്റേഴ്സിനും ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി പകർന്നു കൊടുക്കാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു കടയായിട്ടിരിക്കണതുകൊണ്ട് ഒരുപാട് ആളുകൾ, ഭക്ഷണം ഇല്ലാത്ത ആളുകൾ വരുമ്പോൾ ഒരു ദിവസം ഒരാൾക്ക് 1 നേരത്തെ ഭക്ഷണമെങ്കിലും മേടിച്ചു കൊടുക്കാൻ ദൈവാനുഗ്രഹത്താൽ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരുപാടല്ലെങ്കിലും 2 കിലോ 3 കിലോ 5 കിലോ, ചിലർ പറയും ഞങ്ങൾക്ക് ഒരു അരി മേടിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ചെറിയ സഹായങ്ങൾ ചെയ്യാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് സാധിച്ചു തന്ന മാതാവിൻ്റെ കൃപയ്ക്ക് പൂർണ്ണമായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ആത്മീയ ജീവിതം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരി വ്യത്യാസം വന്നു. ഞാൻ ധ്യാനം കൂടാൻ തുടങ്ങിയപ്പോഴാണ്, ആദ്യമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ നമുക്ക് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് കിട്ടാനുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് മാത്രം, യേശുവിൻ്റെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ലായിരുന്നു. അപ്പോൾ ധ്യാനത്തിലൂടെയാണ് എനിക്കത് മനസ്സിലായത്. ഈ ഭൗതിക ആവശ്യങ്ങളെല്ലാം നമ്മുടെ അനുഗ്രഹങ്ങളാണ്, നമുക്ക് വേണ്ടത് ദൈവകൃപയാണ് എന്ന്. അപ്പോൾ ഇനി തുടർന്നുള്ള ജീവിതം ദൈവകൃപയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ ജീവിക്കുന്നത്. ഞാനൊരു അനുഗ്രഹം പറയാൻ വിട്ടുപോയിരുന്നു. എൻ്റെ മോള് 10th നല്ലൊരു മാർക്കോടുകൂടി ജയിക്കുവാനായിട്ട് ഞാൻ നിയോഗം വെച്ചിരുന്നു.
അതിൽ മോൾക്ക് CBSEക്ക് 90% മാർക്കോടുകൂടി പാസ്സാകുവാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ എൻ്റെ മോനിന്നിവിടെ വരാൻ സാധിച്ചിട്ടില്ല. അവന് കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ നല്ലൊരു ജോലിയും ലഭിച്ചു. എയർപോർട്ടിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്. അമ്മയ്ക്കും തിരുക്കുമാരനും ഒരിക്കൽ കൂടി 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. അവർ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. സങ്കീർത്തനം 90:14 നാം ദൈവത്തെ സ്നേഹത്തോടെ പിടിച്ചു നിൽക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവനാമത്തെ അറിയുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മെ രക്ഷിക്കും, ദൈവം നമ്മെ ഉയർത്തും, ദൈവം നമ്മെ നയിക്കും. ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആത്മാർത്ഥമായ ഒരു ബന്ധമാണ് ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയം. നമ്മളോട് ഒട്ടി നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടേതും. നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൃപാസന അമ്മയെന്നുമാണ് ഈ മക്കളുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. സോജ ഷിബു എന്ന മകളുടെ സാക്ഷ്യം നമ്മൾ കേട്ടു. ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിലാണ് ഒരു കൃപാസനത്തിൽ ഒരു പത്രം ആ മകളുടെ കൈകളിലേക്ക് വരുന്നത്. പല പ്രാവശ്യവും നമ്മൾ കൊടുക്കുന്ന ഓരോ പത്രവും ഇങ്ങനെയാണ് ഓരോരുത്തർ വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ ഒരു മാറ്റം വരുത്തുന്നത്. ഏതോ ബുദ്ധിമുട്ടുകളുടെ സങ്കടത്തിൻ്റെ നടുവിൽ ഒരു കച്ചിത്തുരുമ്പ് പോലെയാണ് ഈ ഒരു പത്രം അവരുടെ കൈകളിലും കിട്ടിയത്. ആ പ്രയാസങ്ങളുടെ നടുവിലാണ് പത്രം വായിച്ചു. പിന്നീട് ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തത്. പിന്നീടാണ് ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത്. ദൈവം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം. ദൈവത്തോട് ആത്മാർത്ഥമായ ബന്ധം പുലർത്തിയപ്പോഴും ഉടമ്പടിയിലൂടെ നടത്തപ്പോഴാണ് ഇവിടെ ജീവിതത്തിൽ ഒരു പുത്തൻ വഴികൾ ദൈവം തെളിച്ചു കൊടുത്തത്. പിന്നീട് വാടകയ്ക്ക് 5 വർഷം താമസിച്ചിരുന്ന ഇവർക്ക് ഒരു സ്ഥലം മേടിക്കാൻ സാധിച്ചു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങി. ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെയാണ് ഇതെല്ലാം സ്ഥലം മേടിക്കാൻ സാധിച്ചത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. 5 വർഷം വാടക വീട്ടിൽ താമസിച്ചിരുന്നപ്പോഴാണ് ഉടമ്പടി എടുത്ത ഉടനടി ഇവരുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ഓരോന്നായി വർഷിച്ചു കൊടുക്കുന്നത്. പിന്നീടാണ് മകളുടെ CBSE എക്സാം നോട്ട് ബൈ ബ്രെയിഡ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് പറഞ്ഞത്. മോൾക്ക് അത്ര വലിയ പഠിത്തത്തിൽ വലിയ ഇതില്ലായിരുന്നു. പിന്നീട് പരീക്ഷ ഈ മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അമ്മയുടെ കൃപയാലാണ് നല്ലൊരു ഗ്രേഡ് കിട്ടി മോൾക്ക് പാസ്സാകാൻ സാധിച്ചത് 90%. പിന്നെ ഉണ്ടായിരുന്ന ജപമാലി റാലിയിൽ അസാധ്യമായ ഒരു കാര്യമാണ് ഒരു വീടെന്ന് പറഞ്ഞത്. അത് വെച്ച് ആ നിയോഗം വെച്ചാണ് ജപമാല റാലിയിൽ കൊന്ത ചൊല്ലിയത്. അന്ന് തന്നെ ആ റാലി ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഞായറാഴ്ച ഒരു ചേട്ടൻ്റെ ഒരു ഇടപെടൽ. ഇതാണ് മാതാവിൻ്റെ ഓരോ ഇടപെടലെന്ന് പറയുന്നത്. വെറുതെ ഒരു ചേട്ടൻ വന്നു ചോദിച്ചു. വന്നപ്പോഴത്തേന് ഫ്ലാറ്റിൻ്റെ കാര്യം പറഞ്ഞു, അതിനെപ്പറ്റി സംസാരിച്ചു. വിതിൻ നോ ടൈം, ഒരു ഷോർട്ട് ടൈമിലാണ് അതിൻ്റെ ആ ഫ്ലാറ്റ് ഉണ്ടെന്ന് അറിഞ്ഞതും പിന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ നടന്നതും. പിന്നെ അവർ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാനാണ്. പുതിയ ഫ്ലാറ്റിൻ്റെ താക്കോലുമായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഇന്നിവർ വന്നിരിക്കുന്നത്. ഇതാണ് ഉടമ്പടി മക്കളുടെ ജീവിതം. ഉടമ്പടി എടുത്ത ഉടനടി പരിശുദ്ധ അമ്മയും ഈശോയും ഇവരോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന നമ്മളെയും അവരോട് ചേർത്ത് നിർത്തുന്നു. അവർ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഒരു വലിയൊരു സാക്ഷ്യമാണ് നമ്മളോട് ഷെയർ ചെയ്തത്. ഉടമ്പടി എടുക്കുന്നത് മക്കളുടെ ജീവിതത്തിൽ തേങ്ങിക്കിടക്കുന്ന ഇന്നലകളല്ല, പ്രത്യാശയോടെ നോക്കുന്ന ഇന്നത്തെ ദിവസമാണ് ഉടമ്പടി ജീവിതം മക്കളുടെ ജീവിതത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. ഉടമ്പടിയിൽ നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഭാവിയുമായിട്ട് വെക്കുന്ന ഓരോ പുതിയ ഒപ്പുകളാണ്. ഈ മക്കൾ വെച്ച ഓരോ നിയമങ്ങളും ഓരോ ഒപ്പുകളായിരുന്നു. ആ ഉടമ്പടിയിൽ വെച്ച ഓരോ നിയമങ്ങളാണ് ഓരോന്നോരോന്നായിട്ട് ഈശോയും അമ്മയും പരിശുദ്ധ അമ്മയും ഇവർക്ക് സാധിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഇവർക്ക് നിയമങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നത് ഇവരുടെ വിശ്വസ്തതയാണ്, ഹൃദയത്തിൻ്റെ വിശ്വസ്തതയാണ്. അതുകൊണ്ടാണ് ദൈവസ്നേഹം ഇവരിലേക്ക് കൂടുതൽ വർഷിക്കാൻ സാധിച്ചത്. ഉടമ്പടി നിബന്ധനകൾ പൂർണ്ണമായിട്ട് വിശ്വസ്തയോടെ നോക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. വിശ്വസ്തത എന്ന വെറുതെ വാഗ്ദാനങ്ങളല്ല, ചെറിയ വാഗ്ദാനങ്ങൾ പോലും വിശ്വസ്തയോടെ സത്യസന്ധതയോടെ ചെയ്യുന്നതാണ്. ദൈവത്തോടുള്ള ഉടമ്പടിയിൽ നമുക്കും നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കാം. നമ്മളും
സ്നേഹത്തിൽ ദൈവത്തോട് ഒട്ടി നിൽക്കുമ്പോഴാണ് ഈശോയും അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നത്. ആ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മകൾ സോജ ഷിബുവിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി.